ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. നമുക്ക് ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ചർച്ച ആരംഭിക്കാം. ഭക്തരെല്ലാവരും ലൈവിൽ വരുന്നവരെ നമുക്കൊരു കീർത്തനം ചെയ്യാം. ജയ രാധമാധവ ജയോ കുഞ്ച ബിഹാരി ജയ ഗോപി ജന വല്ലഭ ജയോ ഗിരിവരധാരി ജയോ ഗിരിവരധാരി യശോദാനന്ദന ജയോ വ്രജജനരഞ്ജന യശോദാനന്ദന ജയോ വ്രജജനരഞ്ജന ജയോ യമുനാതിരവനചാരി ജയോ കുഞ്ചബിഹാരി ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയെ. അഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓമജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം ദദാതി സ്വയം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹനരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യം ശ്രീരാധാകൃഷ്ണപാദാം സഹനലളിതാ ശ്രീവിശാഖാപദം. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിധനം ആചാര്യപാദായ തായ കൃപപ്രദായിനേ ഗൗരഗദാധായ പ്രഗ്രാമധായ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധനം. ഹരേ കൃഷ്ണ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതായ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതി നാം. ശ്രീഭാഷവാനവി ദേവി ദൈതായ പ്രഭവേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനി പ്രഭവേ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗ ഭക്തിദ ശ്രീഗൗരകരുണാശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗവിരുദ്ധപസിദ്ധാനുബന്ധഹരേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബ്രസാംബോധേ പാദാംബജായതേ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായതേ. ഗൗരാവിർഭാവഭൂമേസ്താം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവസ്വരഭൂമാ ശ്രീജഗന്നാഥായ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനെ ഗൗരകൃഷ്ണ പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തിമാൻ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തേ. വേദാം സുരതോ ഭംഗോർമമ മന്ദമതേ ഗതിമത്സർവസ്വപാദാംബോജോ രാധാമൃതനമോഹന.
ജയതാം സുലതോ പങ്കോർമബന്ധമതേർഗരിമത്സർവസ്വപാദാംബുജോ രാധാമധനമോ ദിവ്യവൃന്ദാരണ്യകർപ്പതമദ ശ്രീമദ് രത്നാകരസിംഹസ്വസ്തു ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവ പൃഷ്ഠാദിവ്യസേനമനസ്സു ശ്രീമൻരാസരസാരംഭി വംശീപരത്തരസ്ഥിതകർഷൻ വേണുസ്വനീർ ഗോപിനാഥ ശ്രീസ്തുത തപ്തൻ കാഞ്ചനഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्त. हरे कृष्ण 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 हरे 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 राम 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 हरे हरे कृष्ण 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 हरे 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 राम राम राम. मुखं करोति वाचालं भङ्गं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं. हरि ओं तत्सत्. ശ്രീമദ് ഭാഗവതം 3-ാമത്തെ സ്കന്ധം 12-ാമത്തെ അധ്യായമാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. രുദ്രാവതാരത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. രുദ്രൻ എങ്ങനെയാണ് ബ്രഹ്മദേവൻ്റെ ഒരു പുരിയത്തിൽ നിന്നും വന്നതെന്നും അതിനുശേഷം രുദ്രൻ്റേതായിട്ടുള്ള സൃഷ്ടികൾ ആരംഭിച്ചു. അതിലൂടെ ഈ പ്രപഞ്ചത്തിന് നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ച് രുദ്രനോട് ബ്രഹ്മദേവൻ തപസ് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ്. അതിനു മുമ്പായിട്ട് 4 കുമാരന്മാരെ സൃഷ്ടിച്ചു. കഴിഞ്ഞ സത്സംഗത്തിൽ ബ്രഹ്മദേവനിലൂടെ വാഗ്ദേവത വരികയാണ്. അന്നേരം ദേവിയോട് ബ്രഹ്മദേവന് കാമം തോന്നുകയാണ്. അന്നേരം മറ്റ് പുത്രന്മാരെല്ലാം സപ്തഋഷികളെല്ലാവരും ബ്രഹ്മദേവനെ പിന്തിരിപ്പിക്കുകയാണ്. പക്ഷെ എന്നിട്ടും ബ്രഹ്മദേവൻ പിന്തിരിഞ്ഞില്ല. ഉടൻ തന്നെ എല്ലാവരും ആ 32-ാമത്തെ ശ്ലോകം നമ്മൾ പഠിച്ചു. ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്. തസ്മൈ നമോ ഭഗവതേ യൈതം സ്വേന രോജിഷാ ആത്മസ്ഥം വ്യഞ്ജയന്നാസാ സധർമ്മം പാതുമർഹതി. ഭഗവാനെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഭഗവാനെ ഈ ധർമ്മത്തെ രക്ഷിക്കണമേ, സത്വഗുണത്തിനെ നിലനിർത്തണേ. ഇത് കേട്ടുടൻ തന്നെ എന്തായി ബ്രഹ്മദേവന്? സ ഇത്തം ഗ്രനതാ പുത്രാൻ പുരോ ദൃഷ്ട്വാ പ്രജാപതിപതിസ്തന്വം തത്യാജാവൃതിതസ്തദാ താം ദിശോ ജഗൃർഘോരം നിഹാരം യദ്വിദുസ്തമാ. ഉടൻ തന്നെ ബ്രഹ്മദേവന് സുബോധം തിരിച്ചു കിട്ടി. അദ്ദേഹത്തിന് ഒരുപാട് കുറ്റബോധം തോന്നി. ഉടൻ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ശരീരത്തെ ത്യജിക്കുകയാണ്. ഇവിടെ ശ്രീ പ്രഭുപാദി പറയുന്നു, ഏറ്റവും ഉയർന്ന വ്യക്തികൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റിനെ എങ്ങനെ തിരുത്താം എന്നൊരു വഴിയാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ശരീരത്തെ ത്യജിച്ചു എന്ന് പറയുന്നു. ഇവിടെ ആത്മഹത്യ ചെയ്യാനല്ല ഇവിടെ പറയുന്നത്, പക്ഷേ ആ പാപത്തിൽ നിന്നും നമ്മളെ ആ ഒരു പാപകർമ്മങ്ങളിൽ ഒരിക്കലും ഏർപ്പെടരുത് എന്നാണ്. ശരീരം കൊണ്ട് പാപകർമ്മങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ശരീരം അഗ്നിയിൽ കത്തിച്ചാമ്പലാവുന്നത് വരെ ആ പാപം തീരത്തില്ല എന്നാണ്. അതുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിലും എന്തെങ്കിലും പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യാനല്ല പറയുന്നത്, ഇനിയെങ്കിലും അങ്ങനെയുള്ള പാപകർമ്മങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. ശരീരം കൊണ്ട് നമ്മൾ പാപകർമ്മങ്ങൾ ചെയ്യുമ്പോൾ
ആ ശരീരം കത്തിത്തീരുന്നത് വരെ, ചാമ്പലാവുന്നവരെ ആ പാപം തീരുന്നില്ല. ഇവിടെ ബ്രഹ്മദേവനും അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ബ്രഹ്മദേവന് അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാവരും കൂടെ പ്രാർത്ഥിച്ച സമയത്ത് ബ്രഹ്മദേവന് സുബോധം തിരിച്ചു കിട്ടി. അദ്ദേഹത്തിന് മനസ്സിലായി എത്ര വലിയ തെറ്റാണ് ഞാൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്ന് മനസ്സിലായി. ഉടൻ തന്നെ ബ്രഹ്മദേവൻ എന്ത് ചെയ്യുകയാണ്? ദേഹത്യാഗം ചെയ്യുകയാണ്. ആ ബ്രഹ്മദേവൻ ത്യജിച്ച ആ ശരീരം മൊത്തത്തിൽ ഒരു ഇരുട്ടായിട്ട് എല്ലാ ദിശകളിലും വ്യാപിക്കുകയാണ്. കഥാചിത് ധ്യായതാ സൃഷ്ടുർവേദ ആസമശ്ചതുർമുഖാത് കഥം സൃക്ഷ്യാമി അഹം ലോകാം സമവേതാൻ യഥാ പുരാ. ഇനി അതിനെക്കുറിച്ച് വീണ്ടും സൃഷ്ടികർമ്മങ്ങളെക്കുറിച്ച് മൈത്ര ഋഷി പറയുന്നു. ഒരിക്കൽ ബ്രഹ്മദേവൻ ചിന്തിക്കുമായിരുന്നു ഈ ലോകങ്ങളെല്ലാം എങ്ങനെ സൃഷ്ടിക്കണമെന്ന്. അപ്പോൾ തന്നെ 4 വേദങ്ങളും ബ്രഹ്മദേവൻ്റെ വായിൽ നിന്ന് വന്നു. ഇവിടെ പറയുന്നു, ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും ഭഗവാൻ ബ്രഹ്മദേവനോട് മാപ്പ് നൽകി. അന്നേരം തെറ്റുകൾ സംഭവിക്കുക എന്നത് സ്വാഭാവികമാണ്. പക്ഷേ അറിയാതെ തെറ്റ് പറ്റുന്നതും മനഃപൂർവ്വം തെറ്റ് ചെയ്യുന്നതുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. മനഃപൂർവ്വം നമ്മൾ പാപകർമ്മങ്ങളിൽ ഏർപ്പെടുന്നത്, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത്, അറിഞ്ഞുകൊണ്ട് കൂട്ടുനിൽക്കുന്നത്, അതൊരിക്കലും ശരിയല്ല. ഒരു തരത്തിലും നമ്മൾ 4 യമനിയമങ്ങൾ തെറ്റിക്കരുത്. ആ 4 യമനിയമങ്ങൾ തെറ്റിക്കാൻ വേണ്ടി നമ്മുടെ ഭാഗത്തുനിന്നൊരു ശ്രമം നടത്തരുത്. അതിനു വേണ്ടി കൂട്ടുനിൽക്കുകയും ചെയ്യരുത്. വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഇന്നത്തെ ജനങ്ങളോട് മത്സ്യമാംസാദികൾ കഴിക്കരുത്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്, അവിഹിത ബന്ധങ്ങൾ പാടില്ല, ചൂത് കളിക്കരുത് പറയുമ്പോൾ ഇന്നത്തെ ജനങ്ങളുടെ ഇടയിൽ ഇത് 4 കാര്യങ്ങളാണ് ആസ്വാദനം എന്ന് എല്ലാവരും കരുതുന്നു. യുവാക്കൾ മാത്രമല്ല, മുതിർന്ന വ്യക്തികളും വൃദ്ധജനങ്ങൾ പോലും. അങ്ങനെയുള്ള ജനങ്ങളോട് നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവത്തില്ല. പക്ഷേ അവർക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും നമുക്ക് മനസ്സിലാവണം ഇതൊന്നും ശരിയല്ല എന്ന്. പൊതുവേ നിങ്ങളുടെ വീട്ടിൽ ഒരു വ്യക്തി വന്നു എന്നിരിക്കട്ടെ. ആ വ്യക്തി കള്ളുകുടിയനും പെണ്ണുകുടിയനും മൃഗങ്ങളെയൊക്കെ ഒരുപാട് ദ്രോഹിച്ച്, അതായത് ക്രൂര വ്യക്തിയാണ്. ഒരു മൃഗങ്ങളെ ഇത്രയും തിന്നുന്നതിൻ്റെ അർത്ഥം നോൺ വെജിനോട് ഇത്രയും ആസക്തിയുള്ള വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ക്രൂരതയുള്ള വ്യക്തിക്ക് മാത്രമേ ഇത്രത്തോളം മൃഗങ്ങളെ കൊല്ലാൻ കഴിയൂ. നോൺ വെജിനോട് അമിതമായിട്ടുള്ള ആസക്തി ഉള്ളതിൻ്റെ അർത്ഥം അത്രത്തോളം ക്രൂര മനസ്സ് അവരുടെ ഉള്ളിലുണ്ടെന്നാണ്. അല്ല, സ്വാഭാവികമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ നിങ്ങളൊരു ഡിസ്കവറി ചാനൽ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നാഷണൽ ജിയോഗ്രഫി ചാനലോ ഏതൊരു ചാനൽ കാണുവാണെങ്കിൽ, ഒരു മാൻ ഇങ്ങനെ ഓടുന്ന സമയത്ത് മാനിൻ്റെ പുറകെ ഒരു പുലി പോവുകയാണ്. അന്നേരം നിങ്ങൾ ആരുടെ പക്ഷത്തായിരിക്കും നിൽക്കുന്നത്? നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ആ മാൻ രക്ഷപ്പെടാനായിരിക്കും. അല്ലെങ്കിൽ പിന്നെ അത്രത്തോളം ക്രൂര മനസ്സായിരിക്കും. അങ്ങനെ ക്രൂര മനസ്സുള്ളവർക്ക് തോന്നുന്നത് ആ പുലി എപ്പോഴും മാനിനെ പിടിക്കണം, കടിച്ചു കീറി തിന്നണമെന്നാണ്. അന്നേരം ആ പുലിക്ക് അത് അവകാശപ്പെട്ടതാണ്, അതിൻ്റെ ഭക്ഷണമാണത്. പക്ഷെ മനുഷ്യർക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. പൊതുവേ ചില വ്യക്തികൾ ന്യായീകരിക്കും, ഭക്ഷണത്തിന് വേണ്ടിയല്ലേ നമ്മളത് കഴിക്കുന്നത്, അതുകൊണ്ട് പിന്നെ എന്താ പ്രശ്നം? ഭക്ഷണത്തിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. മറ്റൊരു മിണ്ടാപ്രാണിയെ കൊന്നിട്ട് തന്നെ നമ്മുടെ ആ ഒരു വയറ് നിറയ്ക്കണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം, അല്ലേ? അല്ലെങ്കിൽ പിന്നെ എന്താ പറയുന്നത്, അത് മാത്രം കഴിക്കണം. നമ്മൾ ചോറും തിന്നും, കറിയും തിന്നും,
പച്ചക്കറികളെല്ലാം കഴിക്കുകയും ചെയ്യും, അതിനോടൊപ്പം നോൺ വെജും കഴിക്കും. അതിൻ്റെ അർത്ഥം അത് നാവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് നമ്മളത് കഴിക്കുന്നത്, അല്ലാതെ വയറ് നിറയ്ക്കാൻ വേണ്ടിയല്ല. അതുകൊണ്ട് ക്രൂര മനസ്സുള്ള വ്യക്തികളാണ് മത്സ്യമാംസാദികൾ കഴിക്കുന്നത്. ഇപ്പോൾ ഒരു മീനെ തന്നെ വെള്ളത്തിൽ നിന്ന് പിടിക്കുന്നതും സമുദ്രത്തിൽ നിന്ന് പിടിക്കുന്നതും അത് പിടയുകയാണ്, അതതിൻ്റെ ജീവന് വേണ്ടി പിടയുകയാണ്. അതെങ്ങനെയാണ് നമ്മൾ കാണാതിരിക്കുന്നത്? കണ്ടിട്ടും കണ്ടില്ല എന്നെങ്ങനെയാണ് നമുക്കത് നടിക്കാൻ പറ്റുന്നത്? കാരണം നമ്മുടെ മുമ്പിൽ അത് പിടയ്ക്കുന്നത് നമ്മൾ കാണുന്നില്ലേ. അന്നേരം നമ്മൾ അതിനെ ഒരു നിർജീവ വസ്തുവായിട്ടാണ് കാണുന്നത്. എന്തോ പച്ചക്കറി പറിക്കുന്ന ലാഘവത്തോടു കൂടിയാണ് നമ്മൾ മീനെ പിടിക്കുന്നത്. ഇനി ചില വ്യക്തികൾ പറയും അതവരുടെ തൊഴിലല്ലേ എന്ന്. നമുക്ക് കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ വിൽക്കാനും ആരും കാണത്തില്ല. നമ്മൾ ഇവിടെ നിന്ന് കഴിക്കാൻ ആക്രാന്തം കാണിക്കുന്നതുകൊണ്ടാണ് അവരവരുടെ തൊഴിലിന് വേണ്ടി ഇതിലൊക്കെ ഏർപ്പെടുന്നത്. ഇനി വലിയ പ്രകൃതി സ്നേഹികളായിട്ടുള്ള കാണിക്കുന്ന ചില വ്യക്തികൾ പറയും, അല്ലെങ്കിൽ പിന്നെ ഇവരുടെ ഇതിൻ്റെ സംഖ്യ കൂടത്തില്ലേ, മൃഗങ്ങളുടെയൊക്കെ സംഖ്യ വെറുതെ കൂടുന്നു. ആരാ കൂട്ടുന്നത്? നമ്മൾ തന്നെയല്ലേ കൂട്ടുന്നത്. ആർട്ടിഫിഷ്യലി കോഴികളെയും ആടുകളെയും എല്ലാം വളർത്തുന്നത് തിന്നാൻ വേണ്ടി, വലിയ വലിയ ഫാമുകളിൽ വളർത്തുന്നത് മനുഷ്യർ തന്നെയാണ്. എന്തിനു വേണ്ടി? കൊന്നു തിന്നാൻ വേണ്ടി. ഇനി പ്രകൃതിയുടെ അതിനനുസരിച്ച് വിടുകയാണെങ്കിൽ ഒരിക്കലും കൂടത്തില്ല. അതെപ്പോഴും കറക്റ്റായിട്ട് തന്നെ നിൽക്കും. പോപ്പുലേഷൻ ഒരിക്കലും കൂടുന്നുമില്ല, കുറയുന്നുമില്ല. ഈ മൊത്തത്തിൽ ഈ ബ്രഹ്മാണ്ടത്തിലുള്ള ജീവാത്മാക്കൾ എന്നും അതേപോലെ ആയിരിക്കും. കുറയത്തേ ഉള്ളൂ, കൂടത്തില്ല. ചിലപ്പം കൂടാം, പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ സ്ഥലമില്ലാതെ ഒരവസ്ഥ അങ്ങനെ ഉണ്ടാകത്തില്ല. കാരണം ഇതിനെ പരിപാലനം ചെയ്യുന്ന ഭഗവാനാണ്. നമുക്ക് തോന്നുന്നതാണ് കൂടുന്നെന്ന്. ഈ പ്രകൃതിയിൽ എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ള എല്ലാ വകകളുണ്ട്. ഈ ദാരിദ്ര്യത്തിന് പ്രധാനപ്പെട്ട കാരണം കുറച്ച് സമ്പന്നരായിട്ടുള്ള വ്യക്തികൾ അവരുടെ ഈ എല്ലാവർക്കും വേണ്ടിയുള്ള സ്വത്തുവകകളും ധാന്യങ്ങളും പിടിച്ചു വയ്ക്കുന്നുകൊണ്ടാണ്. അവരുടേതായിട്ടുള്ള സ്വാർത്ഥതയ്ക്ക് വേണ്ടി, അതായത് ഇന്ന് കഴിക്കാനുള്ളതാണ് പ്രകൃതി എല്ലാവർക്കും നൽകുന്നത്. അന്നേരം കുറേ വർഷങ്ങൾക്ക് ശേഷം പോലും എൻ്റെ കുട്ടികൾക്ക് ദാരിദ്ര്യം വരരുത് എന്ന് പറയുന്നത് അത് സ്വാർത്ഥതയല്ലേ? അന്നേരം അടുത്തുള്ള ജനങ്ങളൊക്കെ ആരുടെ കുട്ടികളാണ്? പിന്നെ 3 തലമുറ കഴിഞ്ഞിട്ടും എൻ്റെ കുട്ടികൾക്ക് ദാരിദ്ര്യം വരരുത്, എല്ലാ സുഖ സൗകര്യങ്ങളും, കംഫർട്ടബിൾ ലക്ഷറിയസ് ലൈഫ്, അതിനു വേണ്ടി കാശ് കൂട്ടി വയ്ക്കുക. കാശ് തന്നെയല്ലേ ധാന്യങ്ങളായിട്ട് മാറുന്നത്. കാശ് കൊടുത്തല്ലേ നമ്മൾ ധാന്യങ്ങൾ മേടിക്കുക. പണ്ടൊക്കെ ധാന്യങ്ങളായിരുന്നു സ്വത്തായിട്ട് കാണപ്പെടുന്നത്. കാരണം അതാണ് യഥാർത്ഥ സ്വത്ത്. എത്ര രൂപ ചിലവാക്കാൻ കയ്യിലുണ്ടെങ്കിലും ധാന്യങ്ങളില്ലെങ്കിൽ ഇല്ല. ഇനി ഈ ധാന്യങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ എങ്ങനെയാണ്? കുറച്ച് കഴിയുമ്പോൾ അത് നശിച്ചു പോകും, അത് ഉപയോഗിച്ചില്ലെങ്കിൽ. അത് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ്? നശിക്കാൻ വേണ്ടിയുള്ളത്. അന്നേരം അത് നശിക്കുന്നതിന് മുമ്പേ അത് ജനങ്ങളുടെ ഉള്ളിലേക്ക് അത് പോയി കഴിഞ്ഞാൽ അവരുടെ ശരീരത്തെ നിലനിർത്താൻ പറ്റും. അന്നേരം ഒരു കൂട്ടം സമ്പന്നരായിട്ടുള്ള വ്യക്തികൾ അതിനെ പിടിച്ചടക്കി വെക്കുന്നു. അതുകൊണ്ട് പാവപ്പെട്ട ആൾക്കാർക്ക് അത് കിട്ടുന്നില്ല. അത് കാരണം അവർ മോഷ്ടിക്കാനും ദ്രോഹിക്കാനും തുടങ്ങുന്നില്ല. ഇതാണ് ഈ ലോകത്ത് നടക്കുന്നത്. അന്നേരം യഥാർത്ഥത്തിൽ ഈ ലോകത്തിലെ പ്രശ്നം പട്ടിണിയല്ല, ആക്രാന്തവും അത്യാഗ്രഹമാണ്. അത് മാറണമെങ്കിൽ ആത്മീയമായിട്ട് എല്ലാവരും കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ നേരെ തിരിച്ച ആൾക്കാർ പറയുന്നത് എല്ലാ അമ്പലങ്ങളും പള്ളികളും അതൊക്കെ വെറുതെയാണ്, പ്രഹസനമാണ്, ഇവർ കാരണമാണ് എല്ലാ അടിയും നടക്കുന്നത്. ഇവർ കാരണം എല്ലാ അടിയും നടക്കുന്നത് ആർത്തി ആക്രാന്തമാണ്. പിന്നെ ആത്മീയതയിൽ വന്നിട്ടും ഏത് മതക്കാരാണെങ്കിലും അത്യാഗ്രഹം ആർത്തിയും മാറിയില്ലെങ്കിൽ പിന്നെ അവരെന്ത് പഠിച്ചു? അതിനെക്കാട്ടി നല്ല അവർ മതത്തിൽ നിന്ന് പുറത്ത് നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഒരു വ്യക്തി
നമ്മുടെ വീട്ടിൽ കയറി വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു ആ വ്യക്തി വളരെ ക്രൂരനാണ്, ഭയങ്കര ക്രൂരനാണ്, ഒരു ദയാ കാരുണ്യം ഒന്നുമില്ലാത്ത നിഷ്ഠൂരനായിട്ടുള്ള വ്യക്തി, കള്ളുകുടിയാണ്, അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റത്തില്ല, ചൂത് കളിക്കുന്നവൻ. അവനെ നമ്മൾ വീട്ടിൽ കയറ്റുമോ? അല്ലെങ്കിൽ ആ സ്ത്രീയെ നമ്മൾ വീട്ടിൽ കയറ്റുമോ? അവരിയ്ക്കുമ്പോൾ നമുക്കൊരു ടെൻഷനായിരിക്കും. കാരണം അവരുടെ ഉള്ളിൽ ഈ 4 കാര്യങ്ങളും ചെയ്യുന്ന വ്യക്തിയെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. ആ വ്യക്തി ആരോട് എന്തും ചെയ്യും. ക്രൂരനായ വ്യക്തി, അമ്മയും പെങ്ങളെ തിരിച്ചറിയാത്ത വ്യക്തി, കള്ളിനും ലഹരിക്ക് അടിമയായ വ്യക്തി. ആ ലഹരിയുടെ ബലത്തിൽ ആൾ എന്ത് ഇപ്പം ചെയ്യും നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കൂടാതെ ചൂത് കളിക്കുന്നതിനർത്ഥം കാശിനോട് എളുപ്പത്തിൽ കാശുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ചൂത് കളിക്കുന്നത്. അധ്വാനശീലം ഇല്ലാത്ത വ്യക്തി, അധ്വാനിച്ച് കാശുണ്ടാക്കാൻ മടിയന്മാരായിട്ടുള്ള വ്യക്തികളാണ് ഈ 4 കാര്യങ്ങളും ചെയ്യുന്നത്. അവർ ചൂതുകളിയിലൂടെ കാശുണ്ടാക്കുന്നത് എന്തിനു വേണ്ടി? കള്ളു കുടിക്കാനും പെണ്ണ് പിടിക്കാനും മാംസം കഴിക്കാനും. എന്നിട്ട് ഈ 4 കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയെ നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ വിശ്വസിക്കാൻ പറ്റും? അന്നേരം നമ്മുടെ സ്വന്തം മക്കളെ എന്തിൻ്റെ പേരിലാണ് നമ്മൾ ഇത് ചെയ്യാൻ അനുവദിക്കുന്നത്? നമ്മൾ വിചാരിക്കും വല്ലപ്പോഴും അല്ലേ, കുഴപ്പമില്ല, പോട്ടെ എന്ന് വിചാരിക്കും. നമ്മൾ വല്ലപ്പോഴും എന്ന് വിചാരിക്കുന്നു. വിഷം കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും വിഷം തന്നെയാണ്. അന്നേരം ഈ 4 യമനിയമങ്ങൾ തെറ്റിക്കുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞാൽ അവർ കലിയുടെ അടിമയാണ്. അവർക്കൊരിക്കലും കലിയിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല. കലി ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒന്നും തിരിച്ചറിയത്തില്ല. കലഹവും കാപട്യവും ആയിരിക്കും അവരുടെ പ്രവണത എന്ന് ദൈവം മനസ്സിലാക്കും. ഇപ്പം പുതിയതായിട്ടൊരു സിനിമ ഇറങ്ങി, എന്തോ കൽക്കി എന്ന് പറഞ്ഞ, കൽക്കിയോ കലിയുഗോ എന്തോ എന്ന് എനിക്കറിഞ്ഞൂട്ടോ. അതിൻ്റെ പ്ലോട്ട് ഞാൻ വായിച്ചിരുന്നു, അതിൻ്റെ സ്റ്റോറി ലൈൻ എന്താണെന്നൊക്കെ. ഇത് കംപ്ലീറ്റ്ലി മണ്ടത്തരമാണ്. യാഥാർത്ഥ്യമായിട്ട് ഒരു ബന്ധമില്ല. കംപ്ലീറ്റ്ലി അങ്ങനെയല്ല മുന്നോട്ടുള്ള കലിയുഗം എന്ന് പറയുന്നത്. കലിയുഗം ഇനിയും 4,27,000 വർഷമുണ്ട്. അതിൽ സ്റ്റോറി വായിച്ചപ്പം മനസ്സിലായി, അതിൽ കർണൻ വരുന്നതായിട്ടും കർണനെ ഹീറോ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. കർണൻ എന്നേ പോയി, കർണൻ ഒരിക്കലും വരുന്നില്ല. പിന്നെ അശ്വത്ഥാമാവാണ് കൽക്കിയെ രക്ഷപ്പെടുത്തുന്നത്. ഇത് ഭഗവാൻ അത്രയ്ക്ക് കഷ്ടകാലമാണ്. അശ്വത്ഥാമാവിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിച്ചിരിക്കുകയാണ് ഭഗവാൻ. എന്നിട്ട് ഇവർ പറയുന്നത് കൽക്കി പുരാണത്തിൽ നിന്നാണ്. കൽക്കി പുരാണമൊക്കെ ഞാൻ വായിച്ചത്, അതിലൊന്നും ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ ഒരാളുടെയും ആശ്രയം ആവശ്യമില്ല. ഭഗവാൻ തന്നെയാണ് എല്ലാവരുടെയും ആശ്രയം. പരശുരാമസ്വാമിയാണ് കൽക്കിക്ക് ആയോധന കലകൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതും ഭഗവാൻ വരുന്നത് കലിയുഗത്തിൻ്റെ എൻഡിലാണ്. 4,32,000 വർഷം കഴിയുമ്പോഴാണ്. ഇപ്പോൾ കലിയുഗത്തിൻ്റെ 5,000 വർഷത്തോളം കഴിഞ്ഞു. ഇനിയും 4,27,000 വർഷമുണ്ട്. ഈ 4,27,000 വർഷം കഴിയുമ്പോഴാണ് ഭഗവാൻ അവതരിക്കുന്നത്. അന്നേരം ഇത് ഇന്നത്തെ ആൾക്കാർക്ക് എന്തുവാണെന്ന് അറിയത്തില്ല. ഈ ടെക്നോളജി, സിനിമയൊക്കെ ചുമ്മാ ആൾക്കാർ എന്തെങ്കിലും കാണിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തുവാണിത്? എന്നിട്ട് ഭഗവാനെയൊക്കെ വളരെ സിമ്പിളായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് കാണിച്ചിരിക്കുകയാണ്. അത് ശ്രീകൃഷ്ണ ഭഗവാൻ വളരെ ചെറിയൊരു റോളായിട്ടാണ് കാണിച്ചത്. ഇവരെയൊക്കെയാണ് തല്ലേണ്ടത് സത്യം പറഞ്ഞാൽ. ക്ഷമിക്കണം. എന്തിനിവർ ഇതൊക്കെ കൊണ്ടുവരുന്നതെന്ന് അറിയത്തില്ല. ഇത്രയും കോടാനുകോടി രൂപ എന്തിനിവർ നശിപ്പിക്കുന്നു? എന്തിനു വേണ്ടി? കാശുണ്ടാക്കാൻ വേണ്ടി മാത്രം. വലിയ ഹീറോ ആയിട്ട് അഭിനയിക്കാനും അതിനൊക്കെ വേണ്ടി. ആർക്കെന്ത് പാഠങ്ങൾ പഠിപ്പിക്കാനാണ്? ഇതിനെക്കാട്ടി നല്ലത് മര്യാദയ്ക്ക് ആധികാരികമായിട്ടുള്ളൊരു ഗുരുശിഷ്യ പരമ്പരയിലൂടെ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ട് അതൊന്ന് സിനിമയാക്കിക്കൂടെ? നല്ല നല്ല മൂല്യങ്ങൾ പഠിപ്പിച്ചൂടെ? എല്ലാം സാങ്കല്പിക കഥാപാത്രങ്ങളെ കൊണ്ട് സിനിമ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എവിടുന്ന് കർണനെ കൊണ്ടുവരുന്നെന്ന് അറിയത്തില്ല.
ആൾക്കാരുടെ ഇമോഷൻസിനെ ഉപയോഗിച്ച് കാശ് ഉണ്ടാക്കാൻ നോക്കുക. എന്നിട്ട് അത് കാണുന്ന കുറേ വിഡ്ഢികൾ കാശ് ചിലവാക്കും, വീണ്ടും വീണ്ടും അവന്മാർക്ക് കാശുണ്ടാക്കാൻ വേണ്ടിയുള്ള വക ഉണ്ടാക്കി കൊടുക്കുകയാണ്. എന്തിനു വേണ്ടി? സത്യം പറഞ്ഞാൽ ഈ സിനിമയെല്ലാം ബഹിഷ്കരിക്കണം. ഒരു പുല്ലും കാണരുത്. നമ്മൾ നന്നായി ശാസ്ത്രം പഠിക്കുക, ഭഗവാനെക്കുറിച്ച് കേൾക്കുക, സത്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. കംപ്ലീറ്റ്ലി റിജക്റ്റ് ചെയ്യണം ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ. ഇങ്ങനെയുള്ള ഇതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ലെന്നുള്ള. ശരിയാ, എന്തോ പറയുന്നേ, നിരീശ്വരവാദപരമായിട്ടുള്ള അപ്രോച്ചിനെക്കാട്ടിയും ബെറ്ററാണ് കുറച്ചെങ്കിലും ഇങ്ങനെയുള്ള എന്തോ നമ്മുടെ പുരാണങ്ങളുമായിട്ട് എന്തെങ്കിലും ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി. പക്ഷെ ഊഹാപോഹത്തിനൊരു ലിമിറ്റ് ഇല്ലേ? മനസ്സിൽ തോന്നി എന്തും, കയ്യിൽ കാശുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തും കാണിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അവരുടെ ലക്ഷ്യം ആൾക്കാരെ സത്യമായിട്ട് പഠിപ്പിക്കുക എന്നതല്ല. ഇതേപോലെയായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെയും രാധാറാണിയുടെയും സീരിയൽ. ഞാൻ അവിടുന്ന് ഇവിടുന്നും കുറേ കേട്ടിട്ടുണ്ട് പല ഭക്തരും പറയുന്നതായിട്ട്. എന്തെങ്കിലും തോന്നിയ ദിവസം കാണിക്കുന്നുണ്ടാണ്. വായി തോന്നി എന്തും, മനസ്സിൽ തോന്നി എന്തെങ്കിലുമൊക്കെ, വായി തോന്നി എന്തെങ്കിലും വിളിച്ചു പറയും ഡയലോഗ്സ് ആയിട്ട്. പുരാണമായിട്ട് ഒരു ബന്ധമില്ലാത്ത. എന്നിട്ട് അതൊക്കെ പിന്നെ ട്രോളായിട്ട് വരികയും ചെയ്യും. അതായത് ഭഗവാൻ കൃഷ്ണൻ ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു, അങ്ങനെ പറയുന്നു, ഇത് പറയുന്നു. ഹരേ കൃഷ്ണ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഇതൊക്കെ വെറും പറ്റിപ്പീരാണ്. സിനിമ, സീരിയൽ ഒരിക്കലും വിശ്വസിക്കരുത്. അത് കാണാതിരുന്ന അത്രത്തോളം നല്ലതെന്നുള്ളതാണ്. ഒരു മണ്ണാങ്കട്ടയും നമുക്ക് അതിൽ നിന്ന് കിട്ടത്തില്ല. സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഞാനും നമ്മുടെ ഭക്തരും കുറച്ച് പേരിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് കുറേ സ്ക്രിപ്റ്റുകൾ എഴുതാനും ഇതിനുമൊക്കെ. അന്നേരം ആധികാരികമായിട്ടുള്ള മൂവീസ് വരുവാണെങ്കിൽ, മൂവി എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുള്ളാണ്. അതിലൂടെ പല പല മെസ്സേജ് നമുക്ക് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും. അല്ല തോന്നുന്ന പോലെ എന്തെങ്കിലുമൊക്കെ എഴുതി എന്തെങ്കിലും ഒരു സിനിമയാക്കി ആർക്കെന്ത് പ്രയോജനം? കാശുണ്ടാക്കാനുള്ള ബിസിനസ് മാത്രമല്ല. ഹരേ കൃഷ്ണ. ക്ഷമിക്കണം, അത്രയ്ക്ക് വിഷമം ഉണ്ടായതുകൊണ്ട് പറയുകയാണ്. കാരണം ആൾക്കാരുടെ ഉള്ളിൽ കുത്തി നിറയ്ക്കുന്ന മെസ്സേജ് ഭയങ്കര തെറ്റാണെന്നത്. എന്തായാലും ടെക്നോളജിയൊക്കെ ഉപയോഗിക്കുന്നു, ഇത്രയും കോടിക്കണക്കിന് ചിലവാകുന്നു. പിന്നെ ഒന്ന് ആധികാരികമായിട്ടൊന്ന് മെനക്കെട്ടിന്ന് പഠിച്ചൂടെ? ഒരു ബോഡി ഉണ്ടാക്കാൻ വേണ്ടി 1-2 വർഷമൊക്കെയാണ് 6 പാക്കും അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത്. അതിൽ കുറച്ച് സമയം ആ എന്താ പറയുക, തിരക്കഥ എഴുതുന്ന ആ മണ്ടൻ ഇരുന്ന് വായിച്ചൂടെ പുരാണങ്ങളൊക്കെ ഒന്ന്? അതൊക്കെ ഇരുന്നൊന്ന് പഠിച്ചുകൂടെ? പഠിച്ചിട്ടിരുന്ന് കറക്റ്റായിട്ട് ചെയ്തൂടെ? എന്ത് ചെയ്യാനാണ്? വിവരം കെട്ട കുറേ ആൾക്കാർ സിനിമ ഉണ്ടാക്കും. അവർക്ക് എങ്ങനെയെങ്കിലും കാശ് കിട്ടിയാൽ മതി എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ. കാശ് കിട്ടിയാൽ എന്തും ചെയ്യുന്നൊരവസ്ഥയാണ്. അത് ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു കള്ള് കുടിയൻ, ഒരു പെണ്ണ് കുടിയൻ, ഒരു എന്താ പറയുന്നത്, ഒരു ക്രൂരനായിട്ടുള്ള വ്യക്തി, മത്സ്യാദികൾ കഴിക്കുന്നു പറഞ്ഞാൽ ആരോടും ദയയില്ലാത്ത വ്യക്തി എന്നാണ്. അതുകൂടാതെ കാശിനോട് ആർത്തിയുള്ള വ്യക്തി, നിങ്ങൾ അവരെ വീട്ടിലിരുത്തുമോ? അങ്ങനെയുള്ള വ്യക്തി ഇരിക്കുന്നിടത്ത് എത്ര നേരം ഇരിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ടെൻഷനായിരിക്കും. നിങ്ങൾ സുരക്ഷിതരല്ല. അങ്ങനെയുള്ള വ്യക്തിയുടെ കൂട്ടത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ തയ്യാറാവുമോ? നിങ്ങൾ എങ്ങനെ വിശ്വസിച്ച് ആ വ്യക്തിയുടെ കൂട്ടത്തിൽ പോകും? അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ പറഞ്ഞ് അയക്കാൻ പറ്റുമോ അങ്ങനെയുള്ള വ്യക്തിയെടുത്ത്? കള്ളു കുടിയാനും കഞ്ചാവ് അടിക്കുന്നവനും, ലഹരിയിൽ ഉന്മത്ത അവസ്ഥയിലിരിക്കുന്നവൻ, അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്തവൻ, ക്രൂരനായിട്ടുള്ള വ്യക്തി, കാശിനോട് ആർത്തിയുള്ള വ്യക്തി, എളുപ്പത്തിൽ കാശുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ടല്ലേ ചൂത് കളിക്കുന്നത്. അന്നേരം അങ്ങനെയുള്ള വ്യക്തിയെ നമ്മൾ എങ്ങും കേട്ടത്തില്ല. ഇതുതന്നെയാണ് ഭക്തിശാസ്ത്രങ്ങളിൽ പറയുന്നത്. കള്ള് കുടിക്കരുത്, അവിഹിത ബന്ധങ്ങൾ പാടില്ല, ലഹരി പദാർത്ഥങ്ങൾ പാടില്ല, ചൂത് കളിക്കാൻ. എത്ര നല്ല കാര്യമല്ലേ? എന്നാൽ അങ്ങനെയുള്ള വ്യക്തികളെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. ചില വ്യക്തികൾ പറയാം, വല്ലപ്പോഴും ഒക്കെ ഒരു ഒരു രസത്തിന്. എന്ത് രസം? ശുദ്ധം എന്ന് പറഞ്ഞാൽ ശുദ്ധനായിട്ടുള്ള വ്യക്തിയായിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് പോക്കറ്റടിയാണെങ്കിലും, വലിയ ക്രൈമാണെങ്കിലും, വലിയ കൊള്ളയാണെങ്കിലും
രണ്ടും കള്ളം തന്നെയല്ലേ, രണ്ടും ക്രൈം തന്നെയല്ലേ. ചെറുതായിട്ടൊരു പോക്കറ്റ് അടിച്ചു, എന്നാലും അതൊരു ക്രൈമാണ്. വലിയ രീതിയിലൊരു ബാങ്ക് കൊള്ളയടിച്ചു, അതും തെറ്റ് തന്നെയല്ലേ. ചെറിയ കള്ളൻ വലിയ കള്ളൻ രണ്ടും ശരിയല്ലേ. ഇപ്പം നമ്മുടെ മന്ത്രിമാർ അവർ ചെറുതായിട്ട് എന്തെങ്കിലും മോഷ്ടിച്ചെന്ന് പറഞ്ഞാൽ അത് ചെറുതായിട്ടല്ലേ മോഷ്ടിച്ചുള്ളൂ. ഖജനാവിൽ നിന്ന് കുറച്ച് കാശ് എടുത്തു, നമ്മുടെ ഗവൺമെൻറ് സർക്കാരിൻ്റെ കാശ് ദുരുപയോഗിച്ചു. അതൊരു 1000 രൂപയാണെങ്കിൽ പോലും, 1 രൂപയാണെങ്കിൽ പോലും അതും കള്ളത്തരമല്ലേ. എന്നാൽ അതേപോലെ 4 യമനിയമങ്ങൾ ചെറുതായിട്ട് തെറ്റിച്ചാലും വലുതായിട്ട് തെറ്റിച്ചാലും തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് ഈ 4 കാര്യങ്ങളിൽ നമ്മൾ മര്യാദ പാലിക്കണം. അവരെ മാത്രമാണ് നമുക്ക് വ്യക്തികൾ, ജെന്റിൽമാൻ അല്ലെങ്കിൽ എന്താ പറയുക, സജ്ജനങ്ങൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലാത്ത വ്യക്തികളെ നമുക്ക് ഒരിക്കലും ഒന്നിലും വിശ്വസിക്കാൻ പറ്റില്ല. അവരെന്ത് പറയുന്നു അത് ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നു. അവർ മാറ്റിക്കൊണ്ടേയിരിക്കും. കാരണം അവർക്ക് അവരുടെ മനസ്സിനെ അവർക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അവരെന്താ പറയുന്നത് അവർക്ക് പോലും ഓർമ്മയില്ല. അതുകൊണ്ട് നമ്മൾ ഈ 4 യവനിയമങ്ങൾ പാലിക്കണം എന്ന് പറയുന്നത് വളരെ ആധികാരികമാണ്. ഇനി നമ്മൾ സിനിമയോ സീരിയലോ കാണുകയാണ്, അതിൽ നായകൻ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്നു, സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളത് കാണുന്നതും യമനിയമങ്ങൾ തെറ്റിക്കുകയാണ്. എന്നാലോചിച്ചു, തോന്നില്ലേ നിങ്ങൾക്ക്? കാരണം നിങ്ങൾ പോലും അറിയാതെ അതൊക്കെ ഉള്ളിലോട്ടങ്ങ് കയറിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്ന ഞാൻ പറയുന്നു. ഇനി എത്രയൊക്കെ കുഴപ്പമില്ല എൻ്റർടൈൻമെൻ്റ് എന്ന് പറഞ്ഞ് കണ്ടാലും അതിലെല്ലാം സ്ത്രീയും പുരുഷനുമായിട്ടുള്ള അവിഹിത ബന്ധങ്ങളെക്കുറിച്ചാണ് കാണിക്കുന്നത്. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് തെറ്റുന്നതാണ്. അന്നേരം അതും നമ്മൾ അങ്ങനെയുള്ള ദൃശ്യങ്ങൾ കാണുന്നതും നമ്മൾ യമനിയമം തെറ്റിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് നമ്മൾ പാലിക്കുക മാത്രമല്ല, സൂക്ഷ്മ രീതിയിൽ പോലും നമ്മൾ യമനിയമങ്ങൾ തെറ്റിക്കരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സിനിമകളെ മൊത്തത്തിൽ സിനിമ സീരിയലൊക്കെ കംപ്ലീറ്റ്ലി ബഹിഷ്കരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കംപ്ലീറ്റ്ലി. കാരണം അതിലുള്ള നടന്മാരും നടിമാരും എപ്പോഴും കള്ളുകൂടി, കഞ്ചാവടി, അവിഹിത ബന്ധങ്ങൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിനെ ദൂഷിതമാക്കും. അതുകൊണ്ട് പൊതുവെ നമ്മൾ ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും അതിലൂടെ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കാണുക. അതും കഴിയുന്നതും യൂട്യൂബിലും ഫേസ്ബുക്കിലും സമയം സ്പെൻഡ് ചെയ്യാത്തതാണ് നല്ലത്. കാരണം നമ്മളിങ്ങനെ നോക്കി എപ്പോഴാണ് വേറൊരു വീഡിയോ വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മളത് കണ്ട് വെറുതെ അറ്റാച്ച്ഡ് ആവും. ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഭക്തർക്ക് സത്സംഗത്തിൻ്റെ സമയം അറിയാം. ആ സമയത്ത് മാത്രം സത്സംഗത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. അതിനുശേഷം മൊബൈലെടുത്ത് ദൂരെ മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം സത്സംഗം ലൈവിൽ കേൾക്കാൻ പറ്റിയില്ല, പിന്നെ അത് കേൾക്കുക, മാറ്റി വയ്ക്കുക. വേറൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് എന്താണെങ്കിലും ഭക്തിയെക്കുറിച്ചാണെങ്കിൽ പോലും അതുപോലും കാണരുത്. എന്താണെന്നറിയാം? കാരണം ഭക്തിയുടെ പേരിലും ഫുൾ കോമാളിത്തരങ്ങളാണെന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്ത് കളയുന്നുള്ളതാണ്. പേജ് പോപ്പുലർ ആവാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഇടുന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ അതെല്ലാം ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള സാധനം ഈ യൂട്യൂബും ഫേസ്ബുക്കും അതൊക്കെ. എല്ലാ ചപ്പും ചവറും അതിനകത്തുണ്ടെന്നുള്ളതാണ്. ഭക്തിയുടെ പേരിലും വെറും കോമാളിത്തരങ്ങളാണ് നടക്കുന്നത്. കുറേ കോമാളികളായിട്ടുള്ള വ്യക്തികളുമുണ്ട് ഭഗവാനെക്കുറിച്ച് സംസാരിക്കാൻ. ക്ഷമിക്കണം ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നു. സജ്ജനങ്ങളും ഉണ്ട്. പക്ഷെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? അതുകൊണ്ട് എൻ്റെ പേജ് മാത്രം ഫോളോ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്തിനാ വെറുതെ നിങ്ങളുടെ സമയം കളയുന്നു? ഏതെങ്കിലും ഒരു കാര്യം കേൾക്കുക മതി. 100 കൂട്ടം കാര്യങ്ങൾ കേട്ടിട്ട് ആർക്കെന്ത് പ്രയോജനം?
അതിൽ ഒരു കാര്യം പോലും നിങ്ങൾ ആചരിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ സത്സംഗത്തിൻ്റെ സമയത്തിരുന്ന് കേൾക്കുക. അത് കഴിഞ്ഞിട്ട് ദൂരെ എടുത്ത് വയ്ക്കുക മൊബൈൽ. കൂടുതൽ സമയം എന്താ ചെയ്യേണ്ടത്? വായിക്കുക. ഭഗവാനെക്കുറിച്ച് വായിക്കുക. ഭഗവാന്റെ നാമം ജപിക്കുക. ഈ സത്സംഗം കേൾക്കുന്നതും വായിക്കുന്നതും ഒക്കെ എന്തിനു വേണ്ടിയാണ്? ജപിക്കാൻ വേണ്ടിയാണ്. 16 മലയിൽ നിൽക്കരുത്, കൂടുതൽ ജപിക്കുക. എത്രത്തോളം ജപിക്കുന്നു അത്രത്തോളം നല്ലതാണ്. ജപം മാത്രമേ നമ്മളെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കൂ. ഈ ഒരു ജന്മത്തിൽ തന്നെ നമുക്ക് 3 കോടി ഹരേ കൃഷ്ണ മഹാമന്ത്രം കംപ്ലീറ്റ് ചെയ്യണം. എപ്പം ജപിച്ച് തീർക്കാനാണ്? വെറുതെ പറയുന്നതല്ല. 3 കോടി കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ഭഗവാന്റെ അടുത്ത് എത്താൻ കഴിയില്ല. 3 കോടി ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കണമെങ്കിൽ 16 മാല ഡെയിലി ജപിച്ചാൽ 50 വർഷമാണ് എടുക്കണം. 32 മാല ജപിച്ചാൽ 25 വർഷം കൊണ്ടെത്താം. 64 മാല ജപിച്ചു കഴിഞ്ഞാൽ 12.5 വർഷം കൊണ്ട് നമുക്ക് എത്താം. അതുകൊണ്ട് നമുക്കൊരു ടാർഗറ്റ് വേണം. മാക്സിമം സ്പീഡായിട്ട് ജപിക്കണം. ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടിയല്ല നമ്മൾ ജപിക്കുന്നത്, നമുക്ക് വേണ്ടിയാണ്. നമുക്ക് ഭഗവാന്റെ അടുത്ത് എത്തണം. എന്തായാലും നമ്മൾ ഇതിലോട്ട് ഇറങ്ങി 4 യമനിയമങ്ങൾ പാലിക്കുന്നു, ജപിക്കുന്നുണ്ട്. നന്നായി ജപിച്ചൂടെ? കൂടുതൽ ജപിച്ചൂടെ? ഇനി 64 മാല ജപിക്കുന്നു പറഞ്ഞ് ദിവസം മുഴുവനും ഒരു ഭക്തൻ പറയും, സ്വാമിജി മറ്റു കാര്യങ്ങൾ നോക്കിയാൽ പോലും തൃപ്തിയില്ല, സത്സംഗത്തിൽ തിരിച്ചു വരും. അത് ഭഗവാന്റെ കാരുണ്യം. നമുക്ക് പുറമേ തോന്നുന്നുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ലെന്ന്. പക്ഷെ അത് അകത്തോട്ട് കയറി. മനസ്സിലായില്ലേ? അഴുക്ക് ചെറുതായിട്ട് അകത്തോട്ട് കയറുമ്പോൾ നമ്മൾ അറിയത്തില്ല. നമ്മളിവിടെ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലീനിങ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ വീണ്ടും അകത്തോട്ട് അഴുക്ക് എന്തിനെയാണ് കയറ്റുന്നത്? നമ്മൾ കൂടുതൽ സമയം ഭഗവാന്റെ നാമവും അതൊക്കെ ജപിക്കുകയും സത്സംഗം കേൾക്കുകയും ചെയ്യുകയാണ്. പക്ഷേ ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ നമ്മുടെ വേഗതയെ കുറയ്ക്കാൻ പറ്റും, താല്പര്യത്തെ കുറയ്ക്കാൻ പറ്റും, മനസ്സിലാവണ്ട, ഉത്സാഹത്തെ കുറയ്ക്കാൻ പറ്റും. അതിന് പറ്റും. മനസ്സിലാവേണ്ട ഞാൻ പറയുന്നത് ഇത്. കാരണം ഇതെല്ലാം രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും പ്രഭാവങ്ങളാണ്. അന്നേരം ആ രജോ ഗുണം തമോ ഗുണം കുറച്ചെങ്കിലും അകത്ത് കയറി കഴിഞ്ഞാൽ സത്വഗുണം കുറയും. സത്വഗുണം കുറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് താല്പര്യം കുറയും. സത്വഗുണമുള്ളവർക്കേ സാത്വിക കാര്യത്തിൽ താല്പര്യം കാണും. എന്നിട്ട് നമുക്ക് തോന്നും ഇപ്പോഴും ഭക്തിയിൽ താല്പര്യമൊക്കെ ഉണ്ടെന്ന്. പക്ഷെ വേഗത കുറഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാവുന്നില്ല, ഉത്സാഹം കുറഞ്ഞു എന്ന് നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഒറ്റയടിക്കല്ല മുകളിൽ നിന്ന് താഴോട്ട് വീഴുന്നത്. നമ്മളിപ്പോൾ 10ാമത്തെ നിലയിൽ നിൽക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് നമ്മൾ വീഴത്തില്ല. നമ്മളെങ്ങനെയാണ് വീഴുന്നത്? 10ാമത്തെ നിലയിൽ നിന്നും 10ാമത്തെ നിലയിൽ നിന്നും ഒരു പടി താഴോട്ട് വീഴും. നമ്മൾ വിചാരിക്കും ഇപ്പോഴും 10ാമത്തെ നിലയിലല്ലേ, പിന്നെ അടുത്തൊരു പടി താഴോട്ട് വീഴും. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു നില താഴോട്ട് വീണു. നമ്മൾ പോലും അറിയത്തില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ചെറിയ ചെറിയ തെറ്റുകൾ വലിയ വലിയ ആപത്തിലേക്ക് നമ്മളെ എത്തിക്കും എന്നുള്ളതാണ്. അജാമിളൻ വെറുതെ ഒരു കാട്ടിലോട്ട് പോയതാണ്, നല്ല കാര്യത്തിന് വേണ്ടിയാണ്. എന്തിനു വേണ്ടി? ഗുരുവിന് വേണ്ടി വിറക് ശേഖരിക്കാൻ വേണ്ടി പോയതാണ്. അവിടെ ഒരു മോശപ്പെട്ട സ്ത്രീ ഒരു അന്യപുരുഷനുമായിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നതായിട്ട് കണ്ടു. അത് കണ്ട ഉടൻ തന്നെ അജാമിളിൻ്റെ മനസ്സ് ഇളകി എന്നുള്ളതാണ്. അന്നേരം ആ അജാമിളൻ ഒന്ന് പോയ ഉടൻ തന്നെ ഒറ്റ നോട്ടം നോക്കിയതേ ഉള്ളൂ. ഉടൻ തന്നെ മനസ്സിളകി എന്നുള്ളത്. സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ചു, കുട്ടിയെ ഉപേക്ഷിച്ചു, അമ്മയെ ഉപേക്ഷിച്ചു, അച്ഛനെ ഉപേക്ഷിച്ചു. എന്നിട്ട് മോശപ്പെട്ട സ്ത്രീയെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിച്ചു എന്നുള്ളത്. ഗുരുവിനെ ഉപേക്ഷിച്ച് എല്ലാം ഉപേക്ഷിച്ചിട്ട് ഭഗവാനെ മറന്നിട്ടുള്ള ജീവിതമായി. ഒറ്റ പ്രാവശ്യം. അത് മഹാപണ്ഡിതനായിരുന്നു, ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച ആളായിരുന്നു. അതുകൊണ്ട് ഇതൊക്കെ നമുക്കൊരു പാഠമാണ്. നമ്മൾ ഒരിക്കലും വഴിതെറ്റി പോകരുത്. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഒരു കാര്യം പോലും നമ്മൾ അനുവദിക്കരുത്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ കുട്ടികളെ ഇതിൽ നിർബന്ധിപ്പിക്കാൻ കഴിയില്ല. അവർക്ക് ആദ്യം ഉയർന്ന
തത്വങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് അവരുടെ ബുദ്ധിയെ ഉയർത്തുക. അങ്ങനെ മെല്ലെ മെല്ലെ ഇതിലെ പോരായ്മകളെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക. അവരെ നിർബന്ധിപ്പിച്ച് ഇത് കാണരുത് അത് കാണരുത് എന്നല്ല പറയേണ്ടത്. അവർ കേൾക്കുമെങ്കിൽ അത് ഉത്തമം. പക്ഷേ അവരെ മനസ്സിലാക്കി കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കുട്ടിക്കാലത്തെ അതിൻ്റെ പോരായ്മകളും ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കണം. അന്നേരം നമ്മൾ നിർബന്ധിപ്പിച്ച് കുട്ടികളെ കൊണ്ട് അതിൽ നിന്നൊക്കെ മാറ്റിയാലും അവർ സ്കൂളിൽ പോകുമ്പോഴും കുട്ടികളായിട്ട് ഇടപെടുമ്പോഴും ഇതൊക്കെ ഇതിനോടുള്ള താല്പര്യം അവരുടെ ഉള്ളിൽ കാണും. അന്നേരം ഉള്ളിൽ താല്പര്യം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പുറമെ എത്ര നിർബന്ധിച്ചാലും അത് ശരിയാവത്തില്ല. അതുകൊണ്ട് നമ്മൾ സ്വയം ആദ്യം നന്നാവണം. നമ്മൾ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഭക്തരെ ഭക്തിയിലേക്ക് നമ്മൾ ഭക്തിയിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കണം. മറ്റുള്ളവരെയും ഭക്തിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. എന്നിട്ട് ഞാനിന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊക്കെ 4 യമനിയമങ്ങൾ പാലിക്കുക. അത് കലി ഉണ്ടായാലും ഇല്ലെങ്കിലും, ആൾക്കാർ കലിയെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെപ്പോഴും ബഹുമാനിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ കള്ള് കുടിക്കാത്ത വ്യക്തി, കഞ്ചാവ് അടിക്കാത്ത വ്യക്തി, സിഗരറ്റ് വലിക്കാത്ത വ്യക്തി, അമ്മയും പെങ്ങളെയും ബഹുമാനിക്കുന്ന വ്യക്തി, സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറാത്ത വ്യക്തി, ചൂതുകളി, കാശിനോട് ആർത്തിയില്ല, ക്രൂര മനോഭാവമില്ല, സൗമ്യ മനസ്സുള്ള വ്യക്തി, നല്ലൊരു മനസ്സുള്ള വ്യക്തി. എന്നാൽ ഇത് തന്നെയല്ലേ ഭക്തിയുടെ നിയമനിബന്ധനകൾ. അന്നേരം പൊതുവേ ഞാനിപ്പോൾ ഭക്തരോട് പറയുന്നു, നമ്മൾ മറ്റുള്ളവരെയും ഭക്തിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. എന്തിനു വേണ്ടി? അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ കാരുണ്യമാണിത്. അന്നേരം പല ഭക്തരും പറയും, നോൺ വെജ് വിടാനാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട്. അത് വിടാൻ ഇത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്തിനു വേണ്ടിയാണ് നോൺ വെജ് വിടാൻ നമ്മൾ പറയുന്നത്. നമ്മുടെ ആ ക്രൂര മനസ്സിനെ മാറ്റാൻ വേണ്ടിയാണ്. നമ്മൾ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ മറ്റൊരു ജീവജാലങ്ങളോട് ദയ, കാരുണ്യം ഇതൊക്കെ വരും. നമ്മൾ സഹജീവികളോട് ദയ കാണിക്കുന്നില്ല, പിന്നെ നമുക്കെങ്ങനെയാണ് ദയ ലഭിക്കുന്നത്? ഇന്നത്തെ മിക്ക ആൾക്കാരും പറയും, മക്കൾക്ക് എന്നോടൊരു സ്നേഹമില്ല. എങ്ങനെ സ്നേഹം വരും? നമുക്ക് തന്നെ മിണ്ടാപ്രാണികളോടൊരു ദയയില്ല, പിന്നെ മക്കൾക്ക് എങ്ങനെയാണ് നമ്മളോട് ദയ തോന്നുന്നു? പിന്നെ ആരോഗ്യ പ്രശ്നം കൂടുതൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഒരു സമാധാനം, സന്തോഷം കിട്ടത്തില്ല. അതായത് ഇത് എന്തുകൊണ്ട് മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കാൻ നമ്മൾ പറയുന്നു എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമുക്ക് മനസ്സിലാവാതെ മറ്റുള്ളവരെങ്ങനെ മനസ്സിലാക്കി കൊടുക്കാനാണ്? അതായത് ഇത് ചുമ്മാ ഊഹാപോഹങ്ങൾ വെച്ചിട്ടുള്ള പറച്ചിലല്ല. ഇതൊരു വളരെ ഡീപ്പായിട്ടുള്ളൊരു സത്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെ പരിഹാരമാണ് ഈ 4 യമനിയമങ്ങൾ പാലിക്കുക എന്നത്. ഇന്ന് ഏത് വീട്ടിൽ നോക്കിയോ, വലിയ പണക്കാരനാണെങ്കിലും പാവപ്പെട്ടവരാണെങ്കിലും, ഏത് ജാതിയിലുള്ള വ്യക്തിയാണെങ്കിലും, ഏത് മതത്തിലുള്ള വ്യക്തിയാണെങ്കിലും എല്ലാവരും ദുഃഖത്തിലാണ്. ഈ മത്സ്യമാംസാദികൾ നിർത്തുമ്പോൾ തന്നെ ഒരു സമാധാനം കാണും വീട്ടിൽ. ആരോഗ്യം നന്നായിരിക്കും. പക്ഷെ നാവിൻ്റെ രുചിക്ക് വേണ്ടി ഇങ്ങനെ തിന്നിരിക്കുകയാണ്. കണ്ണി കാണുന്ന എല്ലാം വലിച്ചു വാരി തിന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കൂടെ അകത്തോട്ടല്ലേ പോകുന്നത്? അതല്ലേ അകത്തിരുന്ന് പ്രോസസ്സായിട്ട് ശരീരത്തിന് എനർജിയായിട്ട് വരുന്നത്? അന്നേരം മറ്റു മിണ്ടാപ്രാണികളെ ദ്രോഹിച്ചിട്ടുള്ള ആ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യൻ ദുർമരണം സംഭവിക്കുമ്പോൾ എത്ര ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യണം, കാരണം ആ ദുരാത്മാവിനെ അവിടുന്ന് മാറ്റാൻ. അന്നേരം മൃഗങ്ങളുടെ ഉള്ളിൽ ആത്മാവില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഇത്രയും മിണ്ടാപ്രാണികളെ നമ്മൾ ദ്രോഹിക്കുമ്പോൾ അതിനൊന്നും ജീവനില്ലേ? അതിൻ്റെ ആത്മാവിനൊന്നും കരയത്തില്ലേ? അതിനൊന്നും വിഷമമില്ലേ? ഒരു ചെറിയ ബ്ലേഡ് വെച്ച് നമ്മളെ ഒന്ന് വരിയുമ്പം തന്നെ നമുക്ക് എന്തുമാത്രം വേദനയാണ് ഉണ്ടാകുന്നത്. അന്നേരം ഈ മിണ്ടാപ്രാണികൾക്കൊന്നും വേദനയില്ലേ? ആ വേദന നമ്മൾ കാണുന്നില്ലേ? അവരുടെ കരച്ചിൽ നമ്മൾ കേൾക്കുന്നില്ലേ? അന്നേരം ഇതിനെയെല്ലാം പരിപാലനം ചെയ്യുന്ന പരമോന്നതനായിട്ടുള്ള ഭഗവാൻ എന്തോ മിണ്ടാതിരിക്കുമോ ഇത്രയും മൃഗങ്ങളെ ദ്രോഹിക്കുമ്പോൾ? ഇത് ചില ഭക്തർ പറയും,
മക്കൾക്ക് വേണ്ടി നോൺ വെജ് കുക്ക് ചെയ്യാറുണ്ട്. അതെങ്ങനെ മനസ്സ് വരുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. സ്വന്തം മക്കളോട് സ്നേഹം, ഭഗവാന്റെ മറ്റു മക്കളോട് ഒരു സ്നേഹമില്ലല്ലേ? പിന്നെ നമ്മൾ എന്ത് ഭക്തരാണ്? നമുക്ക് എങ്ങനെയാണ് ഈ കൈവച്ച് ഒരു മിണ്ടാപ്രാണിയുടെ ശവത്തെ പാചകം ചെയ്യാനുള്ള മനസ്സെങ്ങനെ വരുന്നു? ഒന്ന് ആലോചിച്ചു. എങ്ങനെ നമുക്കത് മനസ്സ് വരുന്നു? പൊതുവെ പണ്ടൊക്കെ ആഫ്രിക്കയിലും അവിടെ ഇവിടെയൊക്കെ നരഭോജികൾ ഉണ്ടെന്ന് പറയുന്നു. അവർ മനുഷ്യരെ കൊന്നു തിന്നുന്നു, മനുഷ്യരെ പാചകം ചെയ്ത് തിന്നുന്ന വ്യക്തികളുണ്ടായിരുന്നൊക്കെ പറയുന്നു. അന്നേരം അങ്ങനെ ഒരാൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു മനുഷ്യനെ കൊന്നിട്ട് ആ ശവം ഇങ്ങനെ. അന്നേരം പോലീസ് വന്ന് പിടിക്കുമ്പോൾ അതെൻ്റെ മകന് വേണ്ടി ഞാൻ മകനോടുള്ള സ്നേഹം കൊണ്ട് ഇത് ചെയ്തതാണ്, ഞാനിതൊന്നും കഴിക്കാറില്ല. നിങ്ങൾ കഴിച്ചാലും ഇല്ലെങ്കിലും ഒരു ഡെഡ് ബോഡിയെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ? നിങ്ങൾക്കറിയാം ഒരു ഡെഡ് ബോഡിയാണ് അതെന്ന്. ഒരു ഡെഡ് ബോഡിയെ കൊല്ലാൻ നിങ്ങൾ കൂട്ടുനിന്നു. ഞാനിത് പറയുമ്പോൾ ചില ആൾക്കാർ ഈ സ്വാമിക്ക് വട്ടാണ് ശരി. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ. വളരെ ലോജിക്കലായിട്ടുള്ളൊരു കാര്യമല്ലേ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വളരെ നിസ്സാരമായിരിക്കും ഒരു മിണ്ടാപ്രാണി എന്ന് പറയുന്നത്. ഒരു മീനാണെങ്കിലും ഒരു കോഴിയാണെങ്കിലും ഒരു നിസ്സാരം, ഒരു കോഴി, ഒരു ഇത്. ഭഗവാന്റെ തോട്ടത്തിൽ അതൊരു ജീവാത്മാവാണ്. നിങ്ങൾ അവരുടെ സ്വാതന്ത്ര്യത്തെ തടഞ്ഞു. അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. ക്രൂരമായിട്ട് ടോർച്ചർ ചെയ്ത് അവസാനം അതിൻ്റെ അനുമതി പോലും ചോദിക്കാതെ, അതിന് ഇഷ്ടമാണോ അല്ലയോ എന്ന് പോലും ചോദിക്കാതെ, അതിന് ഇഷ്ടമല്ലെന്ന് ഏത് പൊട്ടനും മനസ്സിലാവും. അത് പെടയുന്ന നമുക്ക് കാണാൻ പറ്റും. എന്നിട്ടും അതിൻ്റെ വേദനകളെ, അതിൻ്റെ യാതനകളെ അവഗണിച്ചുകൊണ്ട് നമ്മൾ അതിനെ കൊന്ന് കറിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്ന വ്യക്തികൾക്ക് എങ്ങനെ സമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റും? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും. മറ്റ് മിണ്ടാപ്രാണികളുടെ വേദനകളെ നമ്മൾ അവഗണിക്കുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ വേദനകളെ ഭഗവാൻ എന്തിന് കാണണം, എന്തിന് കേൾക്കണം? മറ്റ് മിണ്ടാപ്രാണികളുടെ വേദനയ്ക്ക് നിങ്ങൾക്ക് പുല്ല് വിലയാണ്. പിന്നെ നിങ്ങളുടെ വേദനയ്ക്ക് ഭഗവാൻ എന്തിന് വില കൽപ്പിക്കണം? എന്ത് പറഞ്ഞാലും ഭഗവാനെ ഞാൻ ജപിക്കുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, അങ്ങേക്ക് വേണ്ടി ഇത് ചെയ്യുന്നില്ല. ഭഗവാൻ പറയും, ആദ്യം എൻ്റെ മിണ്ടാപ്രാണികൾ, എൻ്റെ മക്കളോട് നിങ്ങൾ ഒരു ദയം കാണിക്കുന്നില്ല. അങ്ങനെ ചെയ്യുമ്പോഴേ ഭഗവാൻ നിങ്ങളെ തള്ളിക്കളഞ്ഞു. പിന്നെ നിങ്ങൾ ഭഗവാന്റെ മക്കളുടെ ലിസ്റ്റിൽ വരത്തില്ല. ഒരു വ്യക്തിക്ക് എത്ര മക്കളുണ്ടെങ്കിലും പറഞ്ഞാൽ കേൾക്കുന്ന മക്കൾ മാത്രമാണ് മക്കൾ. പറഞ്ഞാൽ കേൾക്കാത്തവരാണെങ്കിൽ അവരെ തള്ളിക്കളയും. പ്രത്യേകിച്ച് ഭഗവാൻ കർക്കശക്കാരനാണ്, ധർമ്മം നോക്കുന്ന ആളാണ്. യദുക്കൾ പോലും അധർമ്മം ചെയ്തപ്പോൾ ഭഗവാൻ അവരെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ പാണ്ഡവരുമായിട്ട് അകന്ന ബന്ധുവായിരുന്നു. പക്ഷെ എന്നിട്ടും അവരെന്ത് ചെയ്തു? അവർ അകന്ന ബന്ധുക്കളായിട്ട് പോലും ഭഗവാൻ എപ്പോഴും പാണ്ഡവരുടെ കൂട്ടത്തിലാണ്. അന്നേരം ഭഗവാൻ എപ്പോഴും നോക്കുന്നത് ധർമ്മമാണ്. നമ്മൾ എത്ര വലിയ ഗുരുവായൂരപ്പ ഭക്തരാണെന്ന് പറഞ്ഞാലും മത്സ്യമാംസാദികൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഭഗവാനോ നിങ്ങളോട് വെറുപ്പാണെന്നുള്ള സത്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ എത്ര കൃഷ്ണ ജപിച്ചിട്ടും ഒരു കാര്യമില്ല. എത്ര ഭഗവാന്റെ സേവനം ചെയ്തിട്ടും ഒരു കാര്യമില്ല. മത്സ്യമാംസാദികൾ കഴിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എങ്ങനെയാണ് ഗുരുവായൂരപ്പ ഭക്തരാണെന്ന് അവകാശപ്പെടാൻ കഴിയുക? നിങ്ങൾ വലിയ കൃഷ്ണഭക്തരാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? ഞാൻ അടുത്തൊരു കാര്യം പറയുന്നത് ഇതിൽ നിന്ന് ഡേഞ്ചറായിട്ടുള്ള കാര്യമാണ്. 4 യമനിയമങ്ങൾ പാലിക്കാത്ത വ്യക്തികളെ ഭഗവാൻ തിരിഞ്ഞു പോലും നോക്കത്തില്ല. എത്ര വലിയ പൂനൂലിട്ട വ്യക്തിയാണെങ്കിലും മത്സ്യമാംസാദികൾ കഴിക്കുന്നുണ്ടോ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ, അവിഹിത ബന്ധങ്ങൾ പുലർത്തുന്നുണ്ടോ, കാശിനോടുള്ള ആർത്തി തീരുന്നില്ലേ, അവരെങ്ങനെയാണ് കൃഷ്ണന്റെ ഭക്തരെന്ന് അവകാശപ്പെടാൻ കഴിയുക? മറ്റേത് ദേവീദേവന്മാർക്കും ഒരു പക്ഷെ അവർ നിങ്ങളോട് ക്ഷമിക്കും.
ശ്രീകൃഷ്ണ ഭഗവാനെ നിങ്ങൾക്ക് സന്തോഷിപ്പിക്കണോ, കുറഞ്ഞ പക്ഷം 4 യമനിയമങ്ങളെങ്കിലും സ്ട്രിക്റ്റായിട്ട് പാലിച്ചേ പറ്റൂ. അവരെ മാത്രമേ ഭഗവാൻ സ്വീകരിക്കൂ. അവർക്ക് പറഞ്ഞു നടക്കാം, ഓ കൃഷ്ണ, കൃഷ്ണനാണ് എൻ്റെ എല്ലാം എന്നൊക്കെ പറഞ്ഞു നടക്കാം. കൃഷ്ണൻ്റെ ഉള്ളിൽ അവർക്ക് വേണ്ടി ഇത്രയും പോലും സ്ഥാനമില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ചില വ്യക്തികൾ ചിലപ്പം പറയും, ഇത് പറയാൻ നിനക്കെന്താണ് അവകാശമുള്ളതെന്ന് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾ നോക്കിക്കോളൂ. ഒരു സമാധാനം കാണുമോ, സന്തോഷം കാണുമോ? ഭഗവാൻ ഇഷ്ടമല്ലാത്ത കാര്യം ചെയ്യുകയാണെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടും കഴിയാൻ പറ്റും? ഒരിക്കലും കഴിയത്തില്ല. കാരണം ഈ പ്രപഞ്ചം മുഴുവൻ ഗുരുവായൂരപ്പൻ്റെതാണ്. അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയെ നിങ്ങൾ ബഹുമാനിക്കുന്നില്ല എങ്കിൽ അദ്ദേഹം നിങ്ങളെ എന്തെങ്കിലും കൺസിഡറേഷൻ നിങ്ങൾക്ക് എന്തിനു തരണം? വളരെ സിമ്പിളായിട്ടുള്ളൊരു ലോജിക്കാണ്. ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതും അദ്ദേഹത്തിന്, ഈശാവാസ്യം ഇതം സർവം. ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരൻ്റെതാണ്. സർവോപരി ഭഗവാന്റേതാണ് ഈ പ്രപഞ്ചം മുഴുവൻ. അന്നേരം ആ ഭഗവാന്റെ സൃഷ്ടിയെ നിങ്ങൾ ബഹുമാനിക്കുന്നില്ല എങ്കിൽ, ആർത്തിയും ആക്രാന്തത്തോടു കൂടിയും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ആരെ എന്തും ചെയ്യാന്നുള്ളൊരു മനസ്സാണെങ്കിൽ പിന്നെ എന്ത് കൃഷ്ണഭക്തരാണ് നിങ്ങൾ? അതുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് യമനിയമങ്ങൾ പാലിച്ചേ പറ്റൂ. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന് വേണ്ടി മാത്രമല്ല യമനിയമങ്ങൾ, എല്ലാ മനുഷ്യരായിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഈ യമനിയമങ്ങൾ. അല്ലാതെ ഹരേ കൃഷ്ണ പ്രസ്ഥാനം കണ്ടുപിടിച്ച സിദ്ധാന്തമല്ല ഈ 4 യമനിയമങ്ങൾ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഈ 4 യമനിയമങ്ങൾ തെറ്റിക്കുന്ന വ്യക്തിയെ നമ്മൾ എന്തെങ്കിലും കാരണവശാൽ ബഹുമാനിക്കുമോ? അവരെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സജ്ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 യമനിയമങ്ങൾ പാലിച്ചേ പറ്റൂ. പൊതുവെ യഥാർത്ഥ ഭക്തർ എന്ന് പറഞ്ഞാൽ ശരീരത്തിനോട് ഒട്ടും ആസക്തി ഇല്ലാത്ത വ്യക്തികളാണ്. കുറഞ്ഞ പക്ഷം നമുക്ക് 4 യമനിയമങ്ങളെങ്കിലും പാലിച്ചൂടെ? ശരീരത്തിനോടുള്ള ആസക്തി മാറ്റിയില്ലെങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം ഈ 4 കാര്യത്തിലെങ്കിലും ഒരു മര്യാദ പാലിച്ചൂടെ? ഇത്രയും ഭക്ഷണ സാമഗ്രികളുണ്ട്, പിന്നെ എന്തിനാണ് നമ്മൾ മത്സ്യമാംസാദികൾ കഴിക്കുന്നത്? എന്തിന്? ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടി? ഇതൊക്കെ കഴിച്ചിട്ട് എന്തെങ്കിലും ശരീരത്തെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. ഇനി ചില ഡോക്ടർമാർ, മണ്ടശിരോണികളായിട്ടുള്ള ഡോക്ടർമാർ, അവർ പറയും, ഓ ഇത് കഴിച്ചില്ലെങ്കിൽ വിറ്റാമിൻ പോകും. ഏത് വിറ്റാമിൻ, ഏത് കുറ്റാമിൻ? എന്തായാലും മരിക്കാൻ പോകണം ഒരു ദിവസം. ഇതെല്ലാം കഴിച്ചിട്ട് എന്തോ അമരത്വം നേടാൻ പോകണം. ഇത് അമൃതാണോ? ഇത്രയൊക്കെ വിറ്റാമിൻ കഴിച്ചിട്ട് ആൾക്കാരുടെ രോഗങ്ങൾ മാറുന്നുണ്ടോ? മിക്ക ആൾക്കാർക്കും ക്യാൻസർ ആവുന്നുണ്ട്. എന്നാൽ ഈ മത്സ്യമാംസാദികളെല്ലാം കഴിച്ചാലും ഒരു ദിവസം മരിക്കണം. അതിനെക്കാട്ടി നല്ല വെജിറ്റേറിയൻ ആയിട്ട് വിറ്റാമിൻ കുറഞ്ഞിട്ട് മരിക്കുന്നതല്ലേ? എന്തായാലും ഒരു ദിവസം മരിക്കണം. അബദ്ധവശാൽ ഏതെങ്കിലും വ്യക്തിക്ക് തോന്നി, എന്തു പറഞ്ഞ അബദ്ധമല്ല, ഭാഗ്യവശാൽ തോന്നി, ഇതൊന്നും വേണ്ട, മത്സ്യം അത് മതി എന്ന് പറഞ്ഞാൽ ഡോക്ടർ അയ്യോ കഴിക്കാതിരിക്കാൻ പറ്റും, മുട്ടെങ്കിലും തിന്നേ പറ്റുള്ളൂ. ഈ ഡോക്ടർമാരെയാണ് ആദ്യം തല്ലേണ്ടത്. സത്യം പറഞ്ഞു, ഞണ്ടിന്റെ സ്വഭാവമാണ് സ്വയം രക്ഷപ്പെടത്തില്ല, മറ്റുള്ളവരും കൂടെ കുഴിയിലാക്കും എന്നുള്ളതാണ്. എവിടെ നിന്നൊക്കെ മണ്ട സിദ്ധാന്തങ്ങൾ പറഞ്ഞിട്ട് കുറെ എന്താ പറയുന്നത്, സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവാത്ത കുറെ മെഡിക്കൽ ടെർമിനോളജീസ്, വാക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ശരീരം ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെയാണ്, അങ്ങനെയാണെന്ന് കുറെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നുള്ളതാണ്. അത് കേട്ടിട്ട് പാവം വ്യക്തികളും വിശ്വസിക്കുന്നുള്ളതാണ്. എന്തിനീ മണ്ടത്തരമൊക്കെ വിളിച്ചു പറയാം? നമുക്കറിഞ്ഞൂടെ നമ്മുടെ ശരീരത്തിൽ എന്താ നടക്കുന്നത്? പണ്ടത്തെ ആൾക്കാരെ നോക്കൂ, കഞ്ഞിയും പയറും കുടിച്ചിട്ടാണ് ജീവിച്ചത്. ഒരു പുല്ലും ഒരു അസുഖവും ഇല്ലായിരുന്നു. ഈസി ആയിട്ട് സെഞ്ചുറി അടിക്കുമായിരുന്നു. 100-ഉം 120-ഉം താണ്ടാത്ത വ്യക്തികൾ വളരെ കുറവായിരുന്നു. ഇന്നൊരു 60-70 ആകുമ്പോഴത്തേക്ക് തന്നെ വിക്കറ്റ് വീഴുന്നുള്ളതാണ്. 60-70 വയസ്സ് കഴിയുമ്പോൾ തന്നെ എല്ലുകളൊക്കെ ആടിത്തുടങ്ങും, പല്ലുകളും ആടിത്തുടങ്ങും. കളിയാക്കിയതല്ല കേട്ടോ, സത്യം. എൻ്റെയൊക്കെ കാര്യം ഇതൊക്കെ തന്നെ. നമ്മുടെ ജീവിത രീതി ഇങ്ങനെയായിപ്പോ. ഒന്ന് ആലോചിച്ചു, എന്ത് പ്രയോജനം ഇതൊക്കെ കൊണ്ട്?
മനസ്സിലായില്ലേ? അന്നേരം ഞാൻ പറയുന്നത് വെറും ഒരു വെറും ഒരു 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 ബോധമില്ലാത്ത ജീവിതമാണെന്നുള്ളത് ഇന്നത്തെ. അതുകൊണ്ട് നമുക്ക് ആരോഗ്യമെങ്കിലും നന്നായി ഇരിക്കണമെങ്കിൽ ഈ 4 യമനിയമങ്ങൾ പാലിച്ചേ പറ്റൂ. ഈ 4 യമനിയമങ്ങൾ പാലിക്കുമ്പോൾ ശരീരത്തിന്റെ ആരോഗ്യം മാത്രമല്ല നിലനിൽക്കുന്നത്, മനസ്സ് സമാധാനമായിട്ട് ഇരിക്കുകയും ചെയ്യുന്നുള്ളതാണ്. ഇത് കണ്ണി കാണുന്ന എല്ലാം വലിച്ചു വാരി കയറ്റുകയും ചെയ്യും, മനസ്സാണെങ്കിൽ സമാധാനമായിട്ട് ഇരിക്കത്തുമില്ല. അതുകൊണ്ട് എല്ലാവരോടും താഴ്മയായിട്ടൊരു അപേക്ഷയാണ്, ഇത് കാണുന്ന എല്ലാവരോടും, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആൾക്കാർക്ക് ദയവ് ഇത് മനസ്സിലാക്കി കൊടുക്കൂ. അവരുടെ കുഴി അവർ തന്നെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ പണ്ടത്തെ ഓരോ ബ്രാഹ്മണര് അവരെല്ലാ ദിവസവും കഴിക്കുന്നത് ചോറ് പുളിശ്ശേരി. ചില ദിവസങ്ങൾ, വിശേഷപ്പെട്ട ദിവസങ്ങളിൽ സാമ്പാർ, അല്ലെങ്കിൽ പിന്നെ പുളി, അല്ലെങ്കിൽ രസം. വിറ്റാമിൻ എന്ത് വിറ്റാമിൻ? ഇന്ന് കണ്ണി കാണുന്ന നോൺ വെജും എല്ലാം മണ്ണാങ്കട്ടയും കുത്തി കയറ്റിയിട്ടും ഈ വിറ്റാമിൻ ഈ ടാബ്ലറ്റ്, ആ വിറ്റാമിൻ ആ ടാബ്ലറ്റ്, ഈ വിറ്റാമിൻ. എന്തൊരു ജീവിതമാണ്! ഒന്ന് ആലോചിച്ചു. അവര് നല്ല അടിപൊളി ജീവിതമാണ് നമ്പൂതിരിമാരുടെ. ഇന്നത്തെ നമ്പൂതിരിമാരല്ല, ഇന്നത്തെ ഒന്നും പറയണ്ട, പണ്ടത്തെ നമ്പൂതിരിമാരെ കുറിച്ചാണ് പറയുന്നത്. നല്ല അടിപൊളി ജീവിതം. രാവിലെ എഴുന്നേറ്റ്, ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ്, നാമജപവും എല്ലാം ജപിച്ച്, ഭഗവാന്റെ പൂജ തേവാരം അതെല്ലാം കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ രാവിലത്തെ, ചിലപ്പോൾ മിക്കവാറും പഴയ ദിവസത്തെ പഴങ്കഞ്ഞിയോ അതോ എന്തെങ്കിലും, അല്ലെങ്കിൽ കഞ്ഞിയോ കുടിച്ചിട്ട് സമാധാനമായിട്ട് ജീവിതമാണ്, സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതമാണ്. ഒരു ടെൻഷനും ഇല്ല. അന്നേരം നമുക്കും ഭഗവാന്റെ നാമം ജപിക്കുക, ഒരു നേരത്തെ ആഹാരം ഭഗവാൻ എന്തായാലും എല്ലാവർക്കും കൊടുക്കുന്നുള്ളതാണ്. പിന്നെ എന്തിനീ ആർത്തി ആക്രാന്തം? എന്നാലോചിച്ചു. അതുകൊണ്ട് ഇന്നത്തെ ആ ഒരു ശ്ലോകം അതായതുകൊണ്ട് പറഞ്ഞതാണ്, അല്ലാതെ ആരെയും കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞതല്ല. അന്നേരം ആരും വിഷമിക്കരുത്, മനഃപൂർവ്വം പറഞ്ഞതല്ല, അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. സത്യമായിട്ടുള്ളൊരു കാര്യമില്ല, സത്യമായിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു. ഞാൻ പറഞ്ഞു, എന്തോ പുതിയ ആൾക്കാർ കേൾക്കുമ്പോൾ വിചാരിക്കും ഇതെന്തോ സ്വാമിക്ക് എന്തോ ഭ്രാന്തായെന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങൾ തന്നെ ആലോചിച്ചു. പുതിയ ആൾക്കാരോട് ഞാൻ ഇത് പറയുകയാണ്, നിങ്ങൾ തന്നെ ഒന്ന് സമാനമായിട്ട് ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ വഴി എങ്ങോട്ടാ പോകുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് നിങ്ങൾ സമാധാനമായിട്ടിരുന്ന് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കൂ. ഭക്തി ഉണ്ടോ ഇല്ലയോ, ഭഗവാന്റെ അടുത്ത് എത്തുന്നുണ്ടോ ഇല്ലയോ, അതിനെക്കാട്ടി ഉപരി ഇപ്പോഴെങ്കിലും ഒരു സമാധാനം വേണ്ടേ. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നിങ്ങൾ തന്നെ നോക്കുക. നിങ്ങളുടെ മനസ്സ് സമാധാനമായിട്ടിരിക്കണം. ശരീരം ആരോഗ്യപരമായിട്ടിരിക്കണം, മനസ്സ് സമാധാനമായിട്ടിരിക്കണം. എങ്കിലല്ലേ മുന്നോട്ട് എന്തെങ്കിലും ചിന്തിക്കാൻ പറ്റൂ, അല്ലേ? അതുകൊണ്ട് കണ്ണി കാണുന്ന എല്ലാം വലിച്ചു കയറ്റി തിന്നുന്നു, മനസ്സാണെങ്കിൽ സമാനമായിട്ടിരിക്കുന്നില്ല. എന്നിട്ട് കൃഷ്ണ ഗുരുവായൂരപ്പ, എൻ്റെ ജീവിതത്തിൽ എന്താ കൃഷ്ണ ഇങ്ങനെയൊക്കെ? ഭഗവാൻ പറയും, ഇവരോട് എന്താ പറയാ, എണീറ്റ് ഓടിയത്. ഭഗവാൻ കണ്ണി കാണുന്ന എല്ലാം വലിച്ചു വരി കയറ്റിയിട്ടിട്ട് വന്ന് കരയുന്നു, ഒന്ന് പോടെ ഉണ്ട്. ഭഗവാൻ പറയും, തിന്നുമ്പോ ഒന്ന് തിന്ന് കയറ്റുമ്പോ ആലോചിച്ചില്ലേ? പാവപ്പെട്ട മിണ്ടാപ്രാണികളെ കൊന്നു തിന്നുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്രൂപ്പിലൊരു ഭക്തനുണ്ട്. അന്നേരം അവരുടെ അമ്മ 80 വയസ്സങ്ങോട്ട് പറഞ്ഞു മടുത്തന്ന, മീനില്ലാതെ ഒന്നും കഴിയുന്നില്ല, മീനില്ലാതെ ഒന്നും നടക്കത്തില്ല. ഞാൻ പറഞ്ഞു, ശ്വാസം മുട്ടിച്ചാവോ? അയ്യോ സ്വാമി, അങ്ങനൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞു, പിന്നല്ല എന്താ പറയുക, ഞാൻ ശപിച്ചതല്ല, മീനെ ശ്വാസം മുട്ടി എല്ലാം കൊന്നു. ഈ 80 വയസ്സ് വരെ ലക്ഷക്കണക്കിന് മീനുകളെയാണ് ശ്വാസം മുട്ടിച്ച് കൊന്നത്.
അന്നേരം അതിനോടൊന്നും കാരുണ്യം കാണിക്കുന്നില്ല. അന്നേരം അവസാന നിമിഷം എന്തായാലും കുറച്ച് ശ്വാസം മുട്ടൽ അനുഭവപ്പെടും. അല്ല, ഒന്ന് ചിന്തിക്കുക. എന്തോ പറയുന്നത്, മീൻ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഇനി അധികകാലം നമുക്ക് നീട്ടി നിർത്താൻ പറ്റത്തില്ല. എന്തായാലും ഒരു ദിവസം പോകണം. അന്നേരം അതിനെക്കാട്ടി നല്ല നിർത്തുന്നതല്ലേ. ഇനി എത്ര കാലം മുന്നോട്ട് നീട്ടിക്കൊണ്ടുപോകും. അതുകൊണ്ട് എന്തായാലും പോകണമെന്നല്ല. ഇത്രയും കാലമോ നല്ല കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല. അവസാന നിമിഷമെങ്കിലും ഒരു സമാധാനത്തോടു കൂടി കുറച്ച് മീനുകളെങ്കിലും വെറുതെ വിട്ടൂടെ. അയ്യോ നാരായണ. അതുകൊണ്ട് എന്നിട്ട് അവരോട് പറയും നാമം ജപിക്കും. അന്നേരം ഉടനെ അവർ പറയും ഒന്നും മിണ്ടത്തില്ല. ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നു. നാമം ജപിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ മിണ്ടായിരിക്കുന്നു. ഒരു ഭാവവ്യത്യാസം ഒന്നും പ്രകടിപ്പിക്കത്തില്ല. അന്നേരം ഭക്തർ അടുത്ത് എന്ന് നാമം ജപിക്കും, ഷോ ഇറങ്ങിപ്പോണോ, എനിക്ക് തലവേദനിക്കുന്നു. അതേ സമയത്ത് അപ്പുറത്തെ വീട്ടില് ചേച്ചി, അപ്പുറത്തെ വീട്ടിൽ എന്താന്ന് അറിയാമോ? ആ പറയടി, എന്തായി? പരദൂഷണം കേൾക്കാൻ എന്താ ഒരു രസം. എഴുന്നേറ്റ് നടക്കുമ്പോ ഈ അപ്പുറത്തെ വീട്ടിലെ എന്നൊക്കെ വല്ലാത്തൊരു കോമഡിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കോമാളികളായി പോകരുത്. നമ്മൾ കുറച്ചെങ്കിലും ബുദ്ധി ഉപയോഗിക്കുക, എന്നിട്ട് ഭഗവാന്റെ നാമം ജപിക്കുക. അതുകൊണ്ട് നമ്മൾ ഭക്തര് മനസ്സിലാക്കുക എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇത് ഫോളോ ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ മറ്റുള്ളവരെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റൂ. നേരത്തെ പറഞ്ഞ പോലെ അവരോടുള്ള സ്നേഹം കൊണ്ട് ഇനിയിപ്പോൾ എങ്ങനെയാ നോ പറയുക എന്ന് പറഞ്ഞിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഡെഡ് ബോഡിയെ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ പോലീസ് വരുമ്പോൾ പറയുക അത് അവരോടുള്ള സ്നേഹം കൊണ്ട് അവരെങ്ങനെയാ നോ പറയുക, നമ്മളെ ആയിരിക്കും ആദ്യം പിടിക്കുന്നത്. പിന്നെ ഡെഡ് ബോഡിയെ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, പാചകം ചെയ്യുന്നവർ, കൊല്ലുന്നവർ, തിന്നുന്നവർ എല്ലാവരും ഒരേപോലെ കുറ്റം ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തിന്നുന്നവർ, പാചകം ചെയ്യുന്നവർ എല്ലാവരും ഒരേപോലെ കുറ്റം ചെയ്തുകൊണ്ടിരിക്കുക. അതൊരു ക്രൈമാണ്. ഇനി പറയാനുള്ള പറഞ്ഞ്, പേടിക്കാനുള്ളതില്ലെങ്കിൽ നിങ്ങൾ പേടിച്ചോളൂ. ഇപ്പം ഇത്രയും കാലം തിന്നതിൻ്റെ പാപം തന്നെ തീർക്കാൻ തന്നെ കുറേ വർഷം ജപിക്കേണ്ടിയിരിക്കുന്നു. ഇനി ജപിക്കാനും മടിയാണെങ്കിൽ എല്ലാം കൂടെ ചേർത്ത് നരകത്തിൽ എല്ലാം കൂടെ കെട്ടിക്കൊള്ളുന്നതാണ്. നമ്മൾ ഇവിടെ എങ്ങനെയൊക്കെ പാചകം ചെയ്തോ അതേപോലെ അവിടെ ട്രീറ്റ്മെൻറ്റ് കിട്ടും എന്നുള്ളതാണ്. മസാലയൊക്കെ പുരട്ടി നല്ല ഡീപ് ഫ്രൈ ചെയ്തത് നമ്മൾ ഒരു മരിക്കത്തും ഇല്ലെന്നുള്ളതാണ്. നന്നായിരിക്കും അല്ലേ? എന്തായാലും ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. എന്തിനു വേണ്ടിയാണെങ്കിലും പിന്തിരിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇതേ ജീവിതം തന്നെയാണ് തുടരാൻ താല്പര്യമെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം. കിട്ടുന്നത് മേടിച്ചോളുക, സന്തോഷത്തോടുകൂടി മേടിച്ചോളൂ. ചില വ്യക്തികൾ ഇതൊക്കെ ആര് കണ്ടു, സ്വർഗവും നരകമൊക്കെ ഇവിടെയല്ലേ സ്വാമിജി, അത് നേരിട്ട് കാണുമ്പം പിന്നെ കാണാൻ പോകുന്ന പോലും ഇനി പറഞ്ഞറിയിക്കണം. നേരിട്ട് മുന്നിൽ കാണും, അന്നേരം വിശ്വസിക്കും. കൺമുന്നിൽ കാണാൻ പോകുന്ന കാര്യങ്ങൾ പിന്നെ ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പം മനസ്സിലാവും, അയ്യോ സ്വാമിജി പറഞ്ഞ ശരിയാണ്, എല്ലാത്തിനും ഇവിടെ ട്രീറ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് ആലോചിക്കുക. അതിനനുസരിച്ച് ആരെയും പേടിപ്പിച്ച് ഇതിൽ നിന്ന് മാറ്റാൻ വേണ്ടിയല്ല, സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഇങ്ങനെയുള്ള ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും സന്തോഷവും സമാധാനവും കിട്ടും. പിന്നെ ഒരു മനുഷ്യത്വം വേണ്ടേ നമുക്ക്, ഒരു മറ്റ് സഹജീവികളോട് ഒരു കാരുണ്യം, ദയ, അതൊക്കെ വേണ്ടേ? ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് മനുഷ്യരാണ്, എന്ത് മനുഷ്യത്വം? നമ്മുടെ നാവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ആരെ എന്തും ചെയ്യുമെന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് പ്രയോജനം? ഇത് മനസ്സിലാക്കും. അതാണ് നമ്മൾ ഇന്നത്തെ സത്സംഗത്തിൽ മനസ്സിലാക്കേണ്ടത്. അന്നേരം ബാക്കി അന്നേരം ബ്രഹ്മദേവനിൽ നമ്മൾ പഠിക്കേണ്ടത്, ബ്രഹ്മദേവന് അറിയാതൊരു തെറ്റ് പറ്റിയപ്പോൾ ബ്രഹ്മദേവൻ പശ്ചാത്താപം കൊണ്ട് ശരീരത്തെ ഉപേക്ഷിക്കുകയാണ്. മനസ്സിലായി? അന്നേരം അതിലൂടെ ബ്രഹ്മദേവൻ ആത്മാവിനെ പരിശുദ്ധീകരിച്ചു.
നമ്മൾ ശരീരം കൊണ്ട് തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ ശരീരം ചിതയിൽ കത്തി ഭസ്മമാകുന്നവരെ ആ ശരീരത്തിൻ്റെ അശുദ്ധി മാറുന്നില്ലെന്നുള്ളതാണ്. ഇനി അറിഞ്ഞോ അറിയാതെ നമ്മൾ എത്രയോ പാപകർമ്മങ്ങൾ ചെയ്തിരിക്കുന്നു. അതിനെയൊക്കെ ശുദ്ധീകരിക്കുക. എങ്ങനെ? ഈ ശരീരത്തെ തീർത്ഥ സ്ഥലങ്ങളെ സന്ദർശിപ്പിക്കുക, തീർത്ഥ ജലത്തിൽ കുളിക്കുക, തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുക, തീർത്ഥങ്ങളിൽ കുളിക്കുക, ശരീരം കൊണ്ട് ഭഗവാന് വേണ്ടി കൂടുതൽ സേവനങ്ങൾ ചെയ്യുക. നമ്മുടെ ഏകദേശം മാക്സിമം മജോറിറ്റി നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ആയുസ്സിൻ്റെ. ഇനി അവശേഷിക്കുന്ന കുറച്ചു കാലം അതെങ്കിലും ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഈ ശരീരം കൊണ്ട് ചെയ്ത പാപങ്ങളൊക്കെ തീർക്കാൻ അതേ ഉള്ളൂ വഴി. എന്താണ്? ശരീരം കൊണ്ട് മാക്സിമം ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുക, മനസ്സുകൊണ്ട് ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുക. മനസ്സാ വാച കർമ്മണ. പ്രവർത്തികൾ ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുക, മനസ്സുകൊണ്ട് ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുക, വാക്കുകൾ ഭഗവാന് വേണ്ടി ഉപയോഗിക്കുക. മറ്റുള്ളവർ മനസ്സിലാക്കിയാലും ഇല്ലേലും മറ്റുള്ളവരെ ഭക്തിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ വാക്കുകളെ ഉപയോഗിക്കുക. അന്നേരം മനസ്സുപയോഗിക്കുക, വാക്കുപയോഗിക്കുക, പ്രവൃത്തികൾ ഉപയോഗിക്കുക. അന്നേരം എന്താവും? നമ്മുടെ ആത്മാവ് ശുദ്ധമാണ്. നമ്മളിപ്പോൾ ചിന്തിക്കുന്ന എന്താണ്? ഈ ശബ്ദമാണ് ഞാൻ, ഈ മനസ്സാണ് ഞാൻ, ഈ ശരീരമാണ് ഞാനെന്ന് ചിന്തിക്കുന്നു. എന്നിട്ട് ഇത് മൂന്നും ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ ബന്ധനത്തിൽ നിന്ന് മുക്തനാവും. നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയും. ഭഗവാന്റെ ലോകത്തേക്ക് നമ്മൾ പോകാൻ കഴിയും. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ എന്തല്ല അതാണെന്ന് നമ്മൾ ചിന്തിക്കുന്നു. അതുകൊണ്ട് എന്താണോ നമ്മൾ അല്ലാത്തത് അത് ഭഗവാന് വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ എന്ത് നമ്മളല്ല അതിൽ നിന്ന് നമ്മൾ പുറത്തു വരും. നമ്മൾ യഥാർത്ഥ നമ്മൾ ആരാണോ നമ്മൾ തിരിച്ചറിയും. അതുവരെ നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുന്നത് വരെ എന്താണ് നമ്മൾ എന്ന് തെറ്റിദ്ധരിക്കുന്നതോ അതിനെയെല്ലാം ഭഗവാന് വേണ്ടി ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ഭഗവാന്റെ സേവനത്തിന് വേണ്ടി നമ്മുടെ സമ്പത്തും ഉപയോഗിക്കണമെന്ന് പറയുന്നത്. എന്തുകൊണ്ട്? കാരണം ഇത് നമ്മുടേതാണെന്ന് നമ്മൾ ചിന്തിക്കുന്നു. ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റേതാണ്, സർവസ്വം ഭഗവാന്റേതാണ്. പക്ഷെ ഞാൻ ചിന്തിക്കുന്നു ഇത് എൻ്റെ ശരീരമാണ്, എൻ്റേതാണെന്ന് ചിന്തിക്കുന്നു. അന്നേരം അതുകൊണ്ട് എൻ്റേതായിട്ടുള്ള എല്ലാം ഞാൻ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. എൻ്റേതെന്ന് കരുതുന്ന, എൻ്റേത്, ഞാൻ എൻ്റേത് എന്ന് തെറ്റിദ്ധരിക്കുന്ന എല്ലാ വസ്തുവകകളും ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ തിരിച്ചറിയും. തെറ്റിദ്ധാരണകളിൽ നിന്ന് ഞാൻ പുറത്തു വരും. കാരണം യഥാർത്ഥത്തിൽ ഇതെല്ലാം ആരുടേതാണ്? ശരീരം ഭഗവാന്റേതാണ്, മനസ്സ് ഭഗവാന്റേതാണ്, നമ്മുടെ സ്വത്ത് സമ്പത്ത് എല്ലാം ഭഗവാന്റേതാണ്. ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരൻ്റേതാണ്. അതുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് ഒരേ ഒരു കാര്യമേ ഉള്ളൂ. സർവസ്വം നമ്മുടെ കുടുംബത്തിനോടൊപ്പം എല്ലാവരും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടണമെന്നാണ്. കുടുംബം മൊത്തത്തിൽ സേവനത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സന്യാസത്തിന്റെ ആവശ്യമില്ല. ഭർത്താവും ഭാര്യയും കുട്ടികളും എല്ലാം ഈശ്വര ചിന്തയോടുകൂടി ഈശ്വരന് വേണ്ടിയാണ് ജീവിക്കുന്നത് എങ്കിൽ അവിടെ പിന്നെ സന്യാസത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുക, സർവസ്വവും ഭഗവാന് വേണ്ടി സമർപ്പിക്കുക. അങ്ങനെ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ കഴിയും. കാരണം എന്താ? അതാണ് സർവം കൃഷ്ണാർപ്പണം വസ്തു. പറച്ചിൽ മാത്രമല്ല, എല്ലാം അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിക്കണം. എല്ലാം അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ നമ്മൾ ബലി മഹാരാജന്റെ അവസ്ഥയിലിരിക്കും, മഹാബലി ചക്രവർത്തിയുടെ അവസ്ഥയിൽ. നമ്മൾ ചിന്തിക്കുന്നു ത്രിലോകങ്ങളുടെയും ചക്രവർത്തിയാണെന്ന് ഞാനെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് വാമനമൂർത്തി വന്നിട്ട് പറയുന്നത്, ഒരു 3 അടി മണ്ണ് തരുമോന്ന് ചോദിച്ചു. അപ്പോൾ 3 അടി മണ്ണൂടെ ഭഗവാൻ എല്ലാം എടുത്തു, ഇനി ഒന്നുമില്ല, എല്ലാം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ മഹാബലി ചക്രവർത്തിക്ക് മനസ്സിലായി എല്ലാം അദ്ദേഹത്തിൻ്റെതാണ്, അദ്ദേഹം എനിക്ക് കുറച്ചു കാലത്തേക്ക് നൽകി തിരിച്ചെടുത്തു, അത്രയേ ഉള്ളൂ. മരണസമയത്ത് നമ്മൾ ഈ അവസ്ഥയിലാണ്. പക്ഷെ മരണസമയത്ത് നമ്മൾ ചിന്തിക്കുകയാണ്, അയ്യോ എൻ്റെ കുട്ടികൾ, എൻ്റെ കുടുംബം, എൻ്റെ സ്വത്ത്, ഇതൊക്കെ ആര് നോക്കും എന്നൊക്കെ പറഞ്ഞിരുന്നുണ്ട്. എന്നിട്ട് ചില വ്യക്തികളുടെ മോനെ മരിച്ചതിന് ശേഷം ഉണ്ടല്ലോ ഇലക്ട്രിക്കിൽ തന്നെ എന്നെ കത്തിക്കണം കേട്ടോ. ആ അമ്മ അങ്ങനെ തന്നെ ചെയ്യാം, ആ അച്ഛൻ അങ്ങനെ തന്നെ ചെയ്യാം, അച്ഛൻ്റെ അമ്മയും കൊണ്ട് അത് ഒരുപാട് വേദനിപ്പിക്കുന്നത് എനിക്കും ഇഷ്ടമല്ല, പെട്ടെന്ന് കാര്യം തീരും.
മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത്? മണ്ണിൻ്റെ അടിയിൽ പോയാലോ, കത്തി ചാമ്പലായാലോ, ഇലക്ട്രിക് ആണെങ്കിൽ എന്തായാലും എന്തോ. പുറമെ വലിയ സ്മാരകമൊക്കെ പണിയാൻ പറ്റും, മണ്ണിൻ്റെ അടിയിൽ പുഴു നിന്നുകൊണ്ടിരിക്കുകയാണ് ശവത്തെ. എത്ര വലിയ ചക്രവർത്തിയാണെങ്കിലും, വലിയ ഖബറാണെങ്കിലും, എന്താണെങ്കിലും, വലിയ വലിയ ഇതൊക്കെ എന്തായാലും അടിയിൽ നിന്ന് എല്ലാം പുഴു തിന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നീ പുഴു തിന്നും, അല്ലെങ്കിൽ തീയിൽ ചാമ്പലാവും. പിന്നെ എന്തോന്നിരിക്കുന്നു ഇതിനകത്ത്? ആൾക്കാർ ടെൻഷൻ അടിക്കുകയാണ്, അയ്യോ ഞാൻ ഒറ്റയ്ക്കായപ്പോഴും ഞാൻ എന്താവും? ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ കാറ്റുപോയി തീർന്നു, അത്രയും തീർന്നില്ല, എല്ലാം തീർന്നില്ല. പിന്നെ ഇവിടെ ശവത്തെ ആരെന്ത് ചെയ്താലും ഒന്നും പ്രത്യേകിച്ച് നമുക്ക് ഒരു ഉപയോഗമില്ല. അതുകൊണ്ട് ഇതിനകത്ത് ജീവൻ ഉള്ളിടത്തോളം കാലം മാക്സിമം ഇതിനെ ഉപയോഗിക്കും. എന്തിനു വേണ്ടി? ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുക. അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? വെറും ഉപയോഗം ഇല്ലാത്തൊരു സാധനമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ഈ ശരീരം എന്ന് പറയുന്ന സാധനം. നമ്മൾ ചോദിച്ചു വാങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രഭുപാദ് ചോദിക്കുന്നത് ഇതൊരു നഷ്ടക്കച്ചവടം എന്നാണ് പറയുന്നത്. ഒരു ഉപയോഗമില്ലാത്ത സാധനമാണ്. അതുകൊണ്ട് ഇതിനെ എങ്ങനെയെങ്കിലും ഉപയോഗിച്ച് തീർക്കുക, അത്രയേ ഉള്ളൂ. ഒരു ഉപയോഗമില്ലാത്ത സാധനമാണ്. ഇതിനകത്ത് മുഴുവൻ അശുദ്ധിയാണെന്നുള്ള മലം, മൂത്രം, രക്തം, പഴുപ്പ്, ഇതൊക്കെയാണ് ഇതിനകത്തിരിക്കുന്നത്. ഇന്നലെ ഇവിടെ പുതിയൊരു പയ്യൻ വന്നു, നമ്മുടെ ക്ലീനിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു, അവനെ എല്ലാ ദിവസവും ഒന്ന് ക്ലീനിങ് ചെയ്യണം. അന്നേരം അവൻ പറയാം, ക്ലീനിങ് എല്ലാം ഞാൻ സ്വാമിജി ചെയ്യാം, പക്ഷെ ടോയ്ലറ്റ് എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, എന്താടാ ടോയ്ലറ്റ്? ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ടോയ്ലറ്റ് എല്ലാ ദിവസവും ക്ലീൻ, നിനക്ക് എന്താ പ്രശ്നം? സ്വാമിജി, ഞാൻ എൻ്റെ ടോയ്ലറ്റ് പോലും എല്ലാ ദിവസവും ക്ലീൻ ചെയ്യത്തില്ല. അന്നേരം ഞാൻ പറഞ്ഞു, നിനക്കിവിടെ ജോലിയില്ല. എന്താ സ്വാമി, നീ ആദ്യം നിന്റെ ടോയ്ലറ്റ് എല്ലാ ദിവസവും ക്ലീൻ ചെയ്യും. അല്ല സ്വാമി, അതെങ്ങനെയാ? ഭയങ്കര ഇതാണ്. എടേ, നിനക്ക് തിന്നുമ്പോ ഇതൊന്നും തോന്നത്തില്ല, നിന്റെ ഭക്ഷണം തന്നെയല്ല. നീ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് പോയിരിക്കുന്നത്. അന്നേരം നിന്നോടാണ് നിനക്ക് അറപ്പ് തോന്നേണ്ടത്, മലത്തിനോടല്ല. നല്ല നല്ല ഭക്ഷണമായിരുന്നു, ചപ്പാത്തിയും ചോറും കറിയായിരുന്നു. നിന്റെ ഉള്ളിൽ കയറിയപ്പോഴത്തേക്ക് അതിന്റെ രൂപം കണ്ടില്ല. അതും ചപ്പാത്തിക്കും കറികൾക്കും നല്ല സുഗന്ധമായിരുന്നു, ഇപ്പം ദുർഗന്ധം. അന്നേരം അവ ആകെ ഷോക്ക്. അന്നേരം പറഞ്ഞ്, നിനക്കിവിടെ ജോലി ആണെങ്കിൽ എല്ലാ ദിവസവും നീ നിന്റെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യും. ഞാൻ പറഞ്ഞു, ഇവിടെ ആശ്രമത്തിൽ നമ്മുടെ ഭക്തരാണ് ടോയ്ലറ്റ് ക്ലീൻ ചെയ്തത്, ഞാൻ എൻ്റെ ടോയ്ലറ്റ് എല്ലാ ദിവസവും ക്ലീൻ ചെയ്യണം. അതിന് ഞാൻ സെൽഫി എടുത്ത് ലൈവ് കണ്ടോ, ഞാൻ ഒരു സന്യാസിയാണ്, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന കണ്ടോ എന്നൊന്നും പറയാനില്ല. എല്ലാരും നോക്കൂ, ഇത്രയും വലിയ സന്യാസിയായിട്ട് ഞാൻ ടോയ്ലറ്റ് ക്ലീൻ ചെയ്തു. ഇത് നമ്മുടെ ഡ്യൂട്ടിയല്ലേ, കോമൺ സെൻസ് ആയിട്ടുള്ള കാര്യം. അന്നേരം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഈ മലത്തിനോട് നിനക്ക് ഇത്രയും അറപ്പാണെങ്കിൽ നിന്റെ ഉള്ളു മുഴുവൻ മലമാണ് മോനെ എന്ന് ആലോചിച്ച് നോക്കാം. എൻ്റെ ഈ ശരീരം മൊത്തം മലവും മൂത്രവും വിസർജ്യ വസ്തുക്കളുമാണ്. ഈ പുറമെ ഈ തൊലി കാണുമ്പോൾ മാത്രം നല്ല മെനുസമായിട്ടൊക്കെ തോന്നും, പക്ഷെ ഇതിനകത്തിരിക്കുന്ന സാധനം വെറും വൃത്തിയിട്ട സാധനമാണ്. ഒന്ന് ആലോചിച്ച് നോക്കും, മലവും മൂത്രവും ഇതെല്ലാം കൂടെ നല്ല ഗോൾഡൻ കവറിൽ ഇങ്ങനെ പാക്ക് ചെയ്ത് എങ്ങനെ ഇരിക്കും? പുറമേ കാണുമ്പോൾ നല്ല ഗോൾഡായിട്ടിരിക്കും. എന്നിട്ട് അതിൻ്റെ പുറത്ത് പെർഫ്യൂമും കൂടെ അടിച്ചോളൂ, നല്ല സുഗന്ധമായിരിക്കും, പക്ഷെ അകത്ത് എന്താ സാധനം അല്ലേ? അതേപോലെ ഇതിനകത്ത് വെറും മലം, മൂത്രം, വിസർജ്യം, അത്രയേ ഉള്ളൂ. അന്നേരം വെറും വൃത്തിയിട്ട സാധനമാണ് ഈ ശരീരം എന്ന് പറഞ്ഞാൽ. നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് ഇത് ഭഗവാനോട് ചോദിച്ച് വാങ്ങിച്ചത്. അത് എത്ര ജന്മങ്ങളായിട്ട് വീണ്ടും വീണ്ടും പുതിയ മലത്തിൻ്റെ ബാഗ് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്, പുതിയ മലം ബാഗ് മേടിച്ചോണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിന്റെ ഗന്ധം ആസ്വദിച്ചോണ്ട് അതുകൊണ്ട് നമ്മൾ ചിന്തിക്കൂ, ഈ തൊലിയിൽ മാത്രമേ ഉള്ളൂ എല്ലാം ഇരിക്കുന്നു. ഈ തൊലിയുടെ അകത്തു നിന്ന് എന്തെങ്കിലും പുറത്ത് വന്നു കഴിഞ്ഞാൽ, ഒരു ഭാഗത്ത് ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രയല്ല ഇഡ്ഡലി, ദോശ, അപ്പം, ഇതൊക്കെ കാണാൻ എത്ര ഭംഗിയാണ്. ഇതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം അതിൻ്റെ രൂപവും ആകെ കൂടെ അതിൻ്റെ രൂപം വികൃതമാകും.
അന്നേരം അന്നേരം നമ്മുടെ ഈ തൊലിയിലെ മിനുസം, തൊലിയുടെ നിറം, ഇത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. പക്ഷെ ഈ തൊലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്ലേഡ് വെച്ചൊന്ന് വരിഞ്ഞാൽ മതി, അകത്തിരിക്കുന്ന സാധനം പുറത്തു വരുമെന്നില്ല. രക്തം, പഴുപ്പും അതും ഇതൊക്കെയാണ് ഇതിനകത്തിരിക്കുന്നത്. ഒരു ഉപയോഗമില്ലാത്ത സാധനമാണ്. അതുകൊണ്ട് ഇതിനോടുള്ള അറ്റാച്ച്മെൻറ്റ് ആദ്യം മാറ്റുക. എന്നിട്ട് ഉള്ളത് എങ്ങനെയെങ്കിലും ഭഗവാന് സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഇത് വെച്ച് ഒരേ ഒരു പ്രയോജനമേ ഉള്ളൂ, ഭഗവാന്റെ നാമം ജപിക്കാൻ പറ്റും, ഭഗവാന് വേണ്ടി ഓടിച്ചാടി കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതും ചെയ്യാതെ മടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ കഷ്ടം തന്നെ. ഒരു നമ്മളെ കൊണ്ട് ആകെ ഉള്ള പ്രയോജനം തിന്നുക, മലം പ്രൊഡ്യൂസ് ചെയ്യുക. മലം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെഷീനായിട്ട് മാറിയിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഭഗവാന്റെ നാമവും ജപിക്കുന്നില്ല, ഭഗവാന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ആകെ ചെയ്യുന്നത് മലം പ്രൊഡ്യൂസ് ചെയ്യാൻ. ടൺ കണക്കിന് മലം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെഷീൻ മാത്രമാണിത്. ഒന്ന് ആലോചിച്ചു. അതുകൊണ്ട് അതിനുവേണ്ടി ഉള്ളതല്ല നമ്മുടെ ഈ ശരീരം. നല്ല കാര്യങ്ങൾ ചെയ്യുക. എന്തായാലും വളരെ വൃത്തികെട്ട സാധനമാണ് ഈ ശരീരം. അതുകൊണ്ട് ഇതിനെ മാക്സിമം ഉപയോഗിക്കുക. ഇതിൻ്റെ തൊലി നിറം കണ്ടിട്ടോ ഇത് ഈ മലത്തിൻ്റെ മെഷീൻ ഏത് കുലത്തിലാണ് ജനിച്ചതെന്നതിൻ്റെ പേരില്ല, ഞാൻ ഈ ജാതിയിലുള്ളവരാണ്, ആ മതത്തിലുള്ളവരാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മലം എന്തായാലും മലമാണ്. പുറമെ എത്ര വലിയ നല്ല കവറിങ് വെച്ചാലും ഉള്ളിലിരിക്കുന്ന വെറും മലം മാത്രമാണ്. ഒന്ന് ആലോചിച്ചു. ഇനി ചില വ്യക്തികളാണെങ്കിൽ ഭയങ്കര സ്റ്റൈലിൽ മുടിയൊക്കെ വളർത്തി, എൻ്റെ ഹെയർ സ്റ്റൈൽ കണ്ടോ, എൻ്റെ മുടി കണ്ടോ എന്നൊക്കെ പറഞ്ഞ് 100 പ്രാവശ്യം ചെയ്യിപ്പം. സത്യം പറഞ്ഞാൽ ആ മുടിയുടെ വളം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ മലമാണ്. അതുകൊണ്ടാണ് മുടി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഏറ്റവും, അത് ഭക്ഷണത്തിലൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ അത് മലം വീഴുന്നതിന് തുല്യമാണ്. എന്താ പറയുക, ഏറ്റവും നല്ല മുടിയുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ ബാക്കി ഞാൻ പറയുന്നില്ല. മുടിയുടെ വളം എന്താണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് സന്യാസി വര്യന്മാരും അവരൊക്കെ മുടിയൊക്കെ ഷേവ് ചെയ്തിരിക്കുന്നത്. ഹരേ കൃഷ്ണ. പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ മാസത്തിൽ ഒരിക്കൽ മുടിയും ഇതൊക്കെ ഷേവ് ചെയ്യും. ഞാൻ അതിലോട്ട് ബോധർ ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഒന്നുകിൽ മുടിയും താടിയും അങ്ങ് വളർത്തിക്കൊണ്ടേ ഇരിക്കുക. പിന്നെ ഭാഗ്യത്തിന് ഇവിടെ ഒന്നും ഇല്ല. അല്ലെങ്കിൽ പിന്നെ എന്നും ഷേവ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് എന്നും ഷേവ് എന്ന് പറഞ്ഞാൽ ആ സമയം എത്ര മാല എനിക്ക് ജപിക്കാമെന്നറിയാം. അതുകൊണ്ട് ഐ പ്രിഫർ വൺസ് ഇൻ എ മന്ത്. മാസത്തെ ഒരിക്കൽ ഫുൾ ക്ലീൻ അങ്ങ് ചെയ്യുക, പിന്നെ ജോലി തീർന്നു. അതുകൊണ്ട് വി ഷുഡ് ബി ഡിറ്റാച്ച് ഫ്രം ദിസ് ബോഡി. ശരീരത്തിൻ്റെ ഭംഗി അതിലോട്ടൊന്നും ഫോക്കസ് ചെയ്യാതെ ഇതിനെ, അതിൻ്റെ അർത്ഥം കുളിക്കരുത് എന്നല്ല, ശുദ്ധി നോക്കുക. അതിൻ്റെ കൂടുതൽ മറ്റുള്ളവരെ ആകർഷിപ്പിക്കാനുള്ള ഒരു താല്പര്യം കാണിക്കരുത്. ശരീരത്തെ ശുദ്ധമായിട്ട് വയ്ക്കുക, ക്ലീൻ, 2 നേരം കുളിക്കുക, അതൊക്കെ നോക്കുക. പിന്നെ ശുദ്ധി മന്ത്രങ്ങൾ ജപിച്ച് ആചമനമൊക്കെ ചെയ്യുക. പക്ഷേ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ? ഈ ശരീരത്തെ മറ്റുള്ളവരെ ആകർഷിപ്പിക്കാൻ വേണ്ടിയല്ല, ഈ ശരീരത്തെ ഉപയോഗിക്കുക. എന്തിനു വേണ്ടി? ഭഗവാന്റെ സേവനങ്ങൾക്ക് വേണ്ടി. അത് മാത്രമേ ഈ ശരീരം കൊണ്ടുള്ള ഉപയോഗമുള്ളൂ, അല്ലാതെ വേറൊരു ഉപയോഗം. അങ്ങനെ സദാസമയവും ഭഗവാന് വേണ്ടി സേവനം ചെയ്യുന്ന ശരീരം, ജപിക്കുന്ന ശരീരം, ആ ശരീരം അപവിത്രമല്ല, പവിത്രമാണ്. ആ വ്യക്തിയിൽ നിന്ന് വരുന്ന മലം പോലും പവിത്രമാണെന്നാണ്. ആ മലം പോലും ആ പ്രദേശത്തെ ശുദ്ധീകരിക്കുമെന്നാണ്. ഞാൻ വെറുതെ പറയില്ല. കാരണം അത്രയ്ക്ക് ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തിയിൽ നിന്ന് വരുന്ന മലമാണ്. അതുകൊണ്ട് ഉന്നതരായിട്ടുള്ള വൈഷ്ണവ പ്രാർത്ഥിക്കുന്ന എന്താ അറിയുന്നു? വൈഷ്ണവരുടെ മലത്തിലെ ഒരു കീടമെങ്കിലും എനിക്ക് ആകാൻ കഴിഞ്ഞു. ഹരേ കൃഷ്ണ. ഭഗവാന്റെ ശുദ്ധഭക്തരുടെ ശരീരത്തിൽ നിന്ന് വരുന്ന മലത്തിലെ ഒരു കീടമാകാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്നാണ് പറയുന്നത്. കാരണം എന്താ? ചില ഭക്തരെന്താ പറയുന്നത്? ഭഗവാന്റെ തൃപ്പാദത്തിൽ ഒരു ധൂളിയാകാൻ കഴിഞ്ഞ, ഒരു പൊടിയാകാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ യഥാർത്ഥ ഭക്തരെന്താ പ്രാർത്ഥിക്കുന്ന അറിയാം? അങ്ങയുടെ പ്രിയപ്പെട്ട ഭക്തൻ്റെ വൈഷ്ണവൻ്റെ മലത്തിലെ ഒരു കീടമെങ്കിലും ആകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് പറഞ്ഞത്.
കാരണം ആ കീടത്തിന് പോലും അടുത്ത ജന്മം ഇല്ലെന്നുള്ളതാണ്. കാരണം എന്തുകൊണ്ട്? ആ വൈഷ്ണവന്റെ ശരീരത്തിൽ തൊട്ട് നിന്നത് കൊണ്ട്. ഒന്ന് ആലോചിച്ചു, ആ കീടത്തിന് പോലും ഇനി അടുത്തൊരു ജന്മമില്ല. അവരെല്ലാം ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കുറഞ്ഞ പക്ഷം ആ കീടത്തിന് പോലും മനുഷ്യജന്മം ലഭിക്കും, ഒരു ഭക്തിയിലിരിക്കാനുള്ള അവസരം ലഭിക്കും. കാരണം എന്തുകൊണ്ട്? സദാസമയവും ഭഗവാനെക്കുറിച്ച് ചിന്തിച്ച് ഭഗവാന് വേണ്ടി സേവനം ചെയ്യുന്ന ഒരു വൈഷ്ണവന്റെ ശരീരത്തിൽ സ്പർശിച്ചതുകൊണ്ട്. അത്രയ്ക്ക് പവിത്രമാണ് ഒരു ഭക്തന്റെ ശരീരം, ഒരു ഭക്തിയുടെ ശരീരം. അതുകൊണ്ട് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ ശരീരം ഏത് ജാതിയിലുള്ളതാണെങ്കിലും, ഏത് മതത്തിലുള്ളതാണെങ്കിലും, ഏത് കുലത്തിലാണെങ്കിലും, വെളുത്തതോ കറുത്തതോ പച്ചയോ ചുവപ്പോ ഏതാണെങ്കിലും, ഈ ശരീരം കൊണ്ട് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് ഇമ്പോർട്ടൻ്റ്. ഈ ശരീരത്തെ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, ആർക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, അതിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ ഭഗവാന്റെ സേവനം ചെയ്യുന്ന ശരീരമാണെങ്കിൽ ആ ശരീരം പവിത്രമാണ്. അതുകൊണ്ടാണ് സന്യാസി വര്യന്മാരുടെ ശരീരത്തെ ചിതയിൽ കത്തിക്കാത്തത്. ചിതയിൽ കത്തിക്കുന്നത് അഗ്നിശുദ്ധി വരുത്താൻ വേണ്ടിയാണ്. ആ ശരീരത്തെ ശുദ്ധീകരിച്ച് ഉള്ള പാപകർമ്മങ്ങൾ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ, ഒരുപാടുണ്ടെങ്കിലും പറ്റുന്നിടത്തോളം അതിൻ്റെ പാപകർമ്മങ്ങളെ കുറയ്ക്കാൻ വേണ്ടിയാണ് അഗ്നിയിൽ ദഹിപ്പിക്കുന്നത്. പക്ഷേ ഒരു വൈഷ്ണവ സന്യാസിയുടെ ശരീരത്തെ ദഹിപ്പിക്കാറില്ല. അത് മണ്ണിൻ്റെ അടിയിൽ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രക്രിയയിലൂടെ സമാധിയിലാണ് നിർത്തുന്നത്. ഒരു സമാധി മന്ദിരമാണ് അവിടെ പണിയുന്നത്. പിന്നെ അതിനെ ഉപ്പ് കൊണ്ട് നിറയ്ക്കുകയൊക്കെ ചെയ്യും. കാരണം ആ ശരീരം എത്രത്തോളം കാലം നശിക്കാതിരിക്കുന്നോ, കാരണം അത്രയ്ക്ക് പവിത്രമാണ് ആ ശരീരം. എന്തായാലും ആ ശരീരം കീടങ്ങൾ കഴിക്കും, എന്തെങ്കിലുമൊക്കെ. പക്ഷെ എത്രത്തോളം അതിനെ സംരക്ഷിക്കാൻ പറ്റുമോ അത്രത്തോളം സംരക്ഷിക്കും. എന്തുകൊണ്ട്? ആ ശരീരം അത്രയ്ക്ക് പവിത്രമാണ്. കാരണം എന്തുകൊണ്ടാണ്? ആ ശരീരം കൊണ്ട് ഈ ലോകത്തിന് വേണ്ടി ഒരു തെറ്റുകളും ചെയ്തിട്ടില്ല. ആ ശരീരം കൊണ്ട് എപ്പോഴും ഭഗവാന്റെ നാമം ജപിച്ച ശരീരമാണ്, ഭഗവാന് വേണ്ടി സേവനങ്ങൾ ചെയ്ത ശരീരമാണ്, തീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിച്ച ശരീരമാണ്. ഉള്ളു മുഴുവൻ ഭഗവാനായതുകൊണ്ട് ആ ശരീരം ഇരിക്കുന്ന സ്ഥലം തീർത്ഥമായിട്ട് മാറുന്നു. അതുകൊണ്ട് നമ്മുടെ ശരീരവും ശുദ്ധമാക്കും. എങ്ങനെ? ശരീരം കൊണ്ട് ഭഗവാന് വേണ്ടി സേവനങ്ങൾ ചെയ്യുക. ശരീരത്തിലെ പ്രധാനപ്പെട്ട അംഗം എന്ന് പറഞ്ഞാൽ കൈയാണ്. കൈ കൊണ്ട് ഭഗവാന് വേണ്ടി മാക്സിമം സേവനങ്ങൾ ചെയ്യുക. എല്ലാ അവയവങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ എന്നാലും കൈകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അന്നേരം നമ്മുടെ കൈ ഉപയോഗിക്കുക ഭഗവാന്റെ സേവനത്തിന് വേണ്ടി. നാമം ജപിക്കുക, കൂടുതൽ പൂക്കൾ ഭഗവാന് വേണ്ടി മാല ചാർത്തുക, ഭഗവാന് വേണ്ടി പാചകം ചെയ്യുക, ഭഗവാന് വേണ്ടി എഴുതുക, ഭഗവാന് വേണ്ടി പ്രചരണത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ക്ലീനിങ് ചെയ്യുക. നമ്മൾ കൈകൾ എല്ലാ ദിവസവും നമ്മൾ ചിന്തിക്കണം, ഇന്നത്തെ ദിവസം ഞാൻ കൈ കൊണ്ട് ഭഗവാന് വേണ്ടി എന്തെങ്കിലും സേവനം ചെയ്തിട്ടുണ്ടോ? ചിന്തിക്കണം നമ്മൾ. ഇന്നത്തെ ദിവസം നമ്മൾ കൈ കൊണ്ട് ഒന്നും സേവനം ചെയ്തില്ലെങ്കിൽ ഇന്നത്തെ ദിവസം കൈക്ക് ആ ഒരു ഭാഗ്യം ലഭിച്ചിട്ടില്ല എന്ന്. അതുകൊണ്ട് നമ്മൾ കൈകളെ ഉപയോഗിക്കുക ഭഗവാന്റെ സേവനം. കാരണം നമ്മുടെ എല്ലാ പ്രവൃത്തികളും കൈവച്ചാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? നമ്മുടെ ഗതി കാല് വെച്ചിട്ടാണ്. ആ കാലെപ്പോഴും പോകുന്നത് എങ്ങോട്ടായിരിക്കണം? ഭഗവാന്റെ സന്നിധിയിലേക്കാണ്. നമ്മുടെ പ്രവൃത്തി കൈകൾ വെച്ചിട്ടാണ്. അന്നേരം ആ കൈകൾ എപ്പോഴും ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കണം? ഇപ്പോൾ മൊബൈലിൽ ഭഗവാനെക്കുറിച്ച് ടൈപ്പ് ചെയ്യാൻ നമ്മൾ കൈ ഉപയോഗിക്കും, അല്ലേ? അങ്ങനെ കൈകൾ എപ്പോഴും ഭഗവാനെക്കുറിച്ച് എഴുതാൻ വേണ്ടി ഉപയോഗിക്കാം. എപ്പോഴും ഈ കൈകൾ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അതാണ് പെർഫെക്ഷൻ ഓഫ് ലൈഫ്. കണ്ണുകൾ കാണാൻ ആഗ്രഹിക്കുന്നത് ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള രൂപം മാത്രമായിരിക്കും. ചെവികൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കൃഷ്ണന്റെ ലീലകളായിരിക്കും. ഭാഗവത തത്വവും ശാസ്ത്രമൊക്കെ പഠിക്കാൻ വേണ്ടി ചെവി ഉപയോഗിക്കുക. നാവിനെ ഉപയോഗിക്കുക ഭഗവാന് നിവേദിച്ച ഭക്ഷണം രുചിക്കാനായിട്ട്. ശബ്ദത്തെ ഉപയോഗിക്കുക ഭഗവാനെക്കുറിച്ച് സംസാരിക്കാനായിട്ട്. ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മുടെ ശരീരത്തെ 24 മണിക്കൂറും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുത്തുക. നിങ്ങൾ അന്നേരം ഉറങ്ങണ്ടേ സ്വാമിജി? നമ്മൾ ഉറങ്ങാതിരിക്കുന്ന സമയത്ത് മാക്സിമം ശരീരത്തെ ഉപയോഗിക്കുക ഭഗവാന്റെ സേവനത്തിന്.
അങ്ങനെ സേവനം ചെയ്ത് ടയർഡാകുമ്പോൾ കിടന്നുറങ്ങുക. ആ ഉറങ്ങുന്നതും ഭഗവാന്റെ സേവനമാണ്. എന്തുകൊണ്ട്? ഉണർന്നു കഴിഞ്ഞാൽ ഇനിയും സേവനം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ശരീരത്തെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ റെസ്റ്റ് എടുക്കുന്ന എന്തിനു വേണ്ടിയാണ്? റെസ്റ്റ് എടുക്കാൻ വേണ്ടി എടുക്കുകയാണ്. എന്തുകൊണ്ട്? ഉണർന്നു കഴിഞ്ഞാൽ ഇനിയും സേവനം ചെയ്യാൻ വേണ്ടിയാണ്. റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ശരീരത്തിൻ്റെ എഫിഷ്യൻസി കുറയും. ഒരു മെഷീനാണല്ലോ ഈ ശരീരം. അതുകൊണ്ട് ശരീരത്തിന് ഒരു റെസ്റ്റ് കൊടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം റെസ്റ്റ് അല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം സർവീസാണ്. അങ്ങനെ ആ സർവീസ് ചെയ്ത് ശരീരത്തിനെ ഇനിയും സർവീസ് ചെയ്യിപ്പിക്കാൻ നമ്മൾ റെസ്റ്റ് എടുക്കുകയാണ്. അങ്ങനെ ആ ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ആ ഉറക്കം പോലും കൃഷ്ണാവബോധത്തിലാണ്. അങ്ങനെ നമുക്ക് 24 മണിക്കൂറും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാൻ കഴിയും. അങ്ങനെ നമ്മൾ ചെയ്ത് വരുമ്പോൾ എന്ത് പറ്റുമെന്നറിയാം? പിന്നെ ശരീരത്തിനൊരു തളർച്ച ഒന്നുമില്ല. കാരണം എന്താ? എപ്പോഴും ഭഗവാനെക്കുറിച്ചുള്ള ചിന്തയില്ല. അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് പോലും നമ്മൾ ആത്മാവ് ഭഗവാന്റെ സേവനം ചെയ്തുകൊണ്ടേയിരിക്കുമല്ലോ. ആത്മാവിന് ഉറക്കത്തിൻ്റെ ആവശ്യമില്ല. മിക്ക ഗോപികമാരും പറയുന്നു, അതായത് ഭഗവാന്റെ പല പല കാറ്റഗറീസ് ഓഫ് ഗോപികമാരുണ്ട്. കൂടുതലും ഭഗവാന്റെ നിത്യപാർഷദരാണ്. ആ ഗോപികമാരും അവരുടെ ശരീരമായിട്ട് വ്യത്യാസമില്ല. പക്ഷേ ഭൗതിക ലോകത്തിൽ നിന്നും ചില വ്യക്തികളും ഗോപികമാരായിട്ടുണ്ട്. അന്നേരം അവർ ശരീരം വീട്ടിൽ തന്നെ കിടക്കും. അവരുടെ ശരീരത്തിൽ നിന്നും ആത്മാവ് ഇറങ്ങിപ്പോയിട്ടാണ് രാസലീലയിൽ പങ്കെടുക്കുന്നതെന്ന് പറയും. കാരണം ഭഗവാൻ ആത്മീയമാണ്, ഗോപികമാരും ആത്മീയമാണ്. അവിടെ ഭൗതിക ബന്ധമല്ല, ആത്മീയ ബന്ധമാണ്. അതുകൊണ്ട് ശരീരം കൊണ്ട് സത്യം പറഞ്ഞാൽ ഭഗവാന്റെ സേവനം ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഭഗവാന്റെ കാരുണ്യമാണ് ഭഗവാൻ വിഗ്രഹ രൂപത്തിൽ നമ്മുടെ ശരീരത്തിലൂടെ ലഭിക്കുന്ന സേവനങ്ങളെ സ്വീകരിക്കുന്നത്. അന്നേരം മിക്ക ഗോപികമാരും, അതായത് ഭൗതിക ലോകത്തിൽ നിന്നും ഭഗവാന്റെ ലീലയിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെട്ട ഗോപികമാരൊക്കെ അവർ വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത്, ഭഗവാൻ ഓടക്കുള്ളിൽ ഊതുന്ന സമയത്ത് അവരുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നും ആത്മാവ് പുറത്ത് പോകുമായിരുന്നു. പുറത്തു പോയി അവർ ഭഗവാന്റെ ലീലയിൽ പങ്കെടുക്കുകയാണ്. അതേപോലെ നമ്മൾ 18 മണിക്കൂറും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ കൃഷ്ണൻ സ്വപ്നത്തിലല്ല വരുന്നത്, യഥാർത്ഥത്തിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ലീലയിൽ പ്രവേശിക്കുന്നതാണ്. കൃഷ്ണൻ അറിയാം നമ്മളെങ്ങനെ കൊണ്ടുപോകേണ്ടി. ഇനി ഇതൊക്കെ പറഞ്ഞത് കേട്ടിട്ട്, സ്വാമിജി ഇന്നലെ ഞാൻ ലീലയിൽ പ്രവേശിച്ചു, അത്ര എളുപ്പമല്ല. ദൈവം മനസ്സിലാവും. നമ്മൾ ഇമാജിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അഥവാ അങ്ങനെ നടന്നാലും ദൈവം ഇത് ആരോടും പറയരുത്. അവരൊന്നും വിശ്വസിക്കത്തില്ല. പിന്നെ നമ്മുടെ അഹങ്കാരം കൂടുകയും ചെയ്യും. അതുകൊണ്ട് അഥവാ അങ്ങനെ എന്തെങ്കിലും നടന്നാൽ നമ്മൾ പറയുക, ഇത് വെറും സ്വപ്നമായിരുന്നു. അങ്ങനെ നടന്നാലും നമ്മൾ എന്താണ് നമ്മളോട് പറയേണ്ടത്? ഇത് വെറും സ്വപ്നമായിരുന്നു, അത് സ്വപ്നമായിരുന്നു. അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവസാനം ഭഗവാന് തന്നെ തോന്നും, ഇവർ സ്വപ്നമായിട്ടാണോ വിചാരിക്കുന്നത്? ഭഗവാൻ തന്നെ ബോധ്യപ്പെടും ഇത് സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണ്. വീണ്ടും 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 അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭക്തി എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആൻഡ് അഡ്വെഞ്ചറസ് ജേർണിയാണ്. അല്ല ബോറിങ് ലൈഫല്ല. ഭഗവാന് വേണ്ടി സേവനം ചെയ്യുമ്പോൾ പിന്നെ ഭഗവാന് നമ്മളെ കാണാൻ താല്പര്യമില്ലാതിരിക്കുക. അത്രയും മനോഹരമാണ് ഭക്തി ജീവിതം എന്ന്. ബി ബിസി ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ്. കൃഷ്ണന് വേണ്ടി എപ്പോഴും കൃഷ്ണനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കൃഷ്ണന് വേണ്ടി സേവനം ചെയ്തുകൊണ്ടിരിക്കുക. അതല്ലേ പെർഫെക്ഷൻ. അതിൽ പുറം ഈ പ്രപഞ്ചത്തിൽ എന്താണ് മധുരമായിട്ടുള്ളത്? കാരണം ഇത്രയും നമ്മളെ സ്നേഹിക്കുന്ന വേറൊരു വ്യക്തി ഈ ലോകത്തിൽ ഇല്ല, ഇനി ഒരിക്കലും ഉണ്ടാവത്തുമില്ല. എല്ലാവർക്കും നമ്മളിൽ നിന്നും പലതും നേടാനാണ് ആഗ്രഹം. പക്ഷെ ഗുരുവായൂരപ്പന് നമ്മളെയാണ് വേണ്ടുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടി നമ്മളെല്ലാം സമർപ്പിക്കണം. എല്ലാം അദ്ദേഹത്തിൻ്റെ സേവനത്തിന് വേണ്ടി. നമ്മുടെ ശരീരവും മനസ്സും വാക്കും എല്ലാം അദ്ദേഹത്തിന് വേണ്ടി ഉപയോഗിക്കുക. നമ്മുടെ മാക്സിമം സമയം അദ്ദേഹത്തിന് വേണ്ടി ഉപയോഗിക്കുക. അങ്ങനെ പിന്നെ ഉറക്കം, ഉണർന്നിരിക്കുന്ന ഇത് തമ്മിൽ ഒരു വ്യത്യാസമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. ഭക്ഷണം, ഉറക്കം എല്ലാം നമ്മളിവിടെ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ യഥാർത്ഥത്തിൽ ഇവിടെ ഇല്ല. കാരണം ആത്മാവ് പൂർണ്ണമായിട്ടും ഭഗവാന്റെ ലീലയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ പേരിന് വേണ്ടി കുറച്ചു കാലം ഇവിടെ നിൽക്കണം, അത്രയേ ഉള്ളൂ, ശരീരം നശിക്കുന്നവരെ.
ഇത് വലിയ വലിയ സിദ്ധന്മാർക്ക് മാത്രം പറ്റുന്ന കാര്യമല്ല, എല്ലാവർക്കും ചെയ്തേ പറ്റൂ. ഇതാണ് നമ്മുടെ ഡ്യൂട്ടി, ഇതാണ് പെർഫെക്ഷൻ, ഇതാണ് പരമോന്നത സിദ്ധി. അല്ലാതെ പറക്കുന്നത്, ഇലയിലിരിക്കുന്നത്, വെള്ളത്തിൽ നടക്കുന്നതല്ല സിദ്ധി. അത് ഏത് പീക്രി യോഗിക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട്. ക്ഷമിക്കണം, ആരെയും കുറ്റം പറഞ്ഞ് കളിയാക്കിയതല്ല കേട്ടോ, അതിലൊന്നുമല്ല വലിയ കാര്യം. ഭഗവാനെ നേരിട്ട് കാണുന്നതാണ് പരമോന്നത സിദ്ധി. അതിൽ പരം ഈ പ്രപഞ്ചത്തിൽ വേറൊന്നുമില്ല. കാരണം എന്താ, സിദ്ധേശ്വരൻ, സിദ്ധികളുടെ ഈശ്വരൻ, യോഗികളുടെ ഈശ്വരൻ, യോഗേശ്വരനാണ് കൃഷ്ണൻ. അദ്ദേഹത്തെയും ശ്രീമതി രാധാറാണിയും നേരിട്ട് കാണുകയും രാധാകൃഷ്ണ സേവ ചെയ്യുക ഗോപികമാരോടൊത്ത്, അതിനപ്പുറം ഈ പ്രപഞ്ചത്തിൽ വേറൊന്നുമില്ല. അത് ഈ ശരീരം കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല. ആത്മീയ ശരീരമാണ് ഭഗവാന്റെയും രാധാറാണിയുടെയും ഗോപികമാരുടെയും. ആത്മീയ ലോകമാണത്. ആത്മീയ ലോകത്ത് ആത്മാവിനെ കൊണ്ട് മാത്രമേ, ആത്മീയ ശരീരം കൊണ്ടേ സേവനം ചെയ്യാൻ കഴിയൂ. നേരത്തെ പറഞ്ഞ പോലെ ഈ ശരീരം ദുർഗന്ധം നിറഞ്ഞതാണ്. അതുകൊണ്ടാണ് ശുദ്ധി അശുദ്ധി എല്ലാം ഈ ശരീരത്തിനാണുള്ളത്. ആത്മാവിന് ശുദ്ധി അശുദ്ധി ഇല്ല. ആത്മാവ് പരിശുദ്ധമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ഏർപ്പെടേണ്ടത്. കാരണം എന്തിനാണ്? ആത്മാവിനെ തിരിച്ചറിയാൻ വേണ്ടി, ആത്മീയ സ്വരൂപത്തെ നേടിയെടുക്കാൻ വേണ്ടി. അത് നേടിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ സെറ്റായില്ലേ. നമ്മൾ പിന്നെ ഭഗവാന്റെ ലോകത്ത് അടിപൊളി ജീവിതമാണ്. ആനന്ദം മാത്രമേ ഉള്ളൂ. അവിടെ വൃദ്ധാവസ്ഥയില്ല, രോഗാവസ്ഥയില്ല, ദുഃഖമില്ല, ആനന്ദം മാത്രം. ഭഗവാൻ കൃഷ്ണനും ഭഗവാന്റെ പ്രിയപ്പെട്ട ഗോപികമാരും ഗോപന്മാരും അവരോടൊപ്പം നമ്മളും ഏതെങ്കിലും ഒരു റോഡിൽ നമ്മളും അവിടെ കാണും. അതാണ് നമ്മുടെ ലക്ഷ്യം, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിനു വേണ്ടി നമ്മൾ ഡെയിലി നമ്മുടെ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം ഭഗവാന്റെ സേവനത്തിന് വേണ്ടി. ഒരു നിമിഷം പോലും പാഴാക്കി കളയും. ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുക, ഉണർന്നിരിക്കുന്ന സമയത്ത് ഒന്നുകിൽ നാമം ജപിക്കുക, അല്ലെങ്കിൽ വായിക്കുക, അല്ലെങ്കിൽ സേവനം ചെയ്യുക, അല്ലെങ്കിൽ പ്രചരണം ചെയ്യുക. ഇതിൻ്റെ ഇടയിൽ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നോക്കാനും സമയം കണ്ടെത്തുക. ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോലി സമയത്തിന് സമയം കണ്ടെത്തുക. വീട്ടുകാർക്കും വേണ്ടി സമയം കൊടുക്കുക. ഇതാണ് ഗോപികമാരുടെ ജീവിതം. ചുമ്മാ ഗോപിക വേഷം ഇട്ടതുകൊണ്ടോ ഞാനൊരു ഗോപികയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, പാട്ട് പാടിയിട്ടും കാര്യമില്ല. യഥാർത്ഥത്തിൽ ഗോപികയെ പോലെ ജീവിക്കുക. ഒരു ഗോപിക എന്ന് പറഞ്ഞാൽ ഫുൾ ബിസിയാണെന്നുള്ള, ഇരിക്കാൻ പോലും സമയമില്ലെന്നുള്ള, ഒരു തളർച്ചയില്ല, ഒരു കംപ്ലൈൻസും ഇല്ല. കണ്ടിന്യൂസ് ബിസി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ബിസി എന്നുള്ള. സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേൽക്കണം. ഏറ്റവും വീട്ടിലുള്ള എല്ലാവരെക്കാട്ടി ആദ്യം എഴുന്നേൽക്കണം. ഏറ്റവും അവസാനമായിരിക്കും കിടക്കുന്നത്. ഏറ്റവും ലാസ്റ്റിൽ കിടക്കും, ഏറ്റവും ആദ്യം എഴുന്നേൽക്കുകയും ചെയ്യും. എന്നിട്ട് ഫുൾ ഡേ റെസ്റ്റേ ഇല്ല, കണ്ടിന്യൂസ് സർവീസ് 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 സർവീസ്. തളർച്ച എന്ന് ചിന്തിക്കുമ്പോഴാണ് തളർച്ച വരുന്നത്. തളർന്നിരിക്കാൻ സമയമില്ലെങ്കിൽ പിന്നെ തളർച്ച പോലും നാണം കെട്ട് പോകുന്നുള്ളു. തളരാൻ സമയമില്ലെന്ന് പറയുമ്പോൾ പിന്നെ തളർച്ച പോലും നാണം കെട്ട് പോകുന്നുണ്ട്. മതിലുള്ളപ്പോഴേ ചാരാൻ തോന്നുന്നു, മതിലില്ലെങ്കിൽ പിന്നെ അങ്ങ് പോകും. ശരീരത്തിന്റെ കപ്പാസിറ്റി വീഴുമ്പോൾ പിന്നെ ഭഗവാൻ അങ്ങ് തൂക്കിയെടുത്തോളും. ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിന് വേണ്ടി സേവനം ചെയ്ത അദ്ദേഹം നമ്മളെ കിടപ്പിലാക്കുമോ? ഒരിക്കലും ഇല്ല. പൂർണ്ണമായിട്ടും അദ്ദേഹത്തെ ആശ്രയിക്കുക, കംപ്ലീറ്റ്ലി ബിസി ആയിട്ടിരിക്കുക, ഭഗവാന്റെ സേവനത്തിലും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ. മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഉള്ളിൽ കൃഷ്ണനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. കൃഷ്ണസ്മരണം, ഇതാണ് ഗോപികമാരുടെ ജീവിതം. ഗോപികമാർ വീട്ടിലെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യം ഭർത്താവിൻ്റെ കാര്യം എല്ലാം നോക്കും. പക്ഷെ ഉള്ളിൽ എപ്പോഴും ആ മയിൽപ്പീലിയും ചൂടി നിൽക്കുന്ന, പശുക്കളെ മേയിച്ചു കിടക്കുന്ന പീതാംബരധാരിയായ ആ ഗോപാലനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ തമ്മിൽ ചർച്ച ചെയ്യും. ഇപ്പം എന്തായിരിക്കും കൃഷ്ണൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതേ ഓടക്കുഴൽ ഊതി, ആ ഓടക്കുഴൽ നാദം കേട്ടില്ലേ, എന്താ മധുരം. അതേ ഇപ്പം എവിടെയായിരിക്കും? അതേ ഇപ്പോൾ ഇന്ന സ്ഥലത്തായിരിക്കും, വൃന്ദാവനത്തിൽ യമുനാ തീരത്ത് എത്തിക്കാണും. അവിടെയുള്ള വനങ്ങളിലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. പറയുന്ന സമയത്താണ് അവിടുന്ന് ഓടക്കുഴൽ നാദം. അവിടുന്ന് തന്നെയാണ് ശബ്ദം. കൃഷ്ണൻ എത്ര സുന്ദരനാണല്ലേ, ഭയങ്കര സുന്ദരനാണ്. കൗസ്തുഭ മണിയൊക്കെ, ആ കണ്ണ് എത്ര മനോഹരമാണ്. ഇതാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഭാഗവതത്തിന്റെ ആവശ്യമില്ല, കാരണം ഇത് തന്നെയാണ് ഭാഗവതം. അല്ലാതെ
ജന്മാദ്യസ്ഥീയത എന്നൊക്കെ പറഞ്ഞിട്ട് പാരായണം ചെയ്യാൻ വേണ്ടിയല്ല ഭാഗവത ശ്ലോകങ്ങൾ. ഹൃദയം കൊണ്ട് കൃഷ്ണനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിനക്കറിയോ, ഇന്നലെ ഞാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് കൃഷ്ണനെ കണ്ടു, കൃഷ്ണൻ ഇങ്ങനെ പശുക്കളെ മേയിച്ചു പോകും, എന്നെ ഏറിനിട്ടൊരു നോട്ടം നോക്കി, എനിക്കൊരു രോമാഞ്ചം കൊണ്ട് മേലാകെ ഒന്ന് കോരിത്തിരിച്ചു പറഞ്ഞു. ഒരു പ്രാവശ്യം കൂടെ കൃഷ്ണൻ എന്നെ അങ്ങനെ നോക്കിയത്. ഇതാണ് ഗോപികമാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര മനോഹരമാണല്ലേ. അവിടെ ശ്ലോകം കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യം. ഗോപികമാരെ ശ്ലോകങ്ങൾ കാണാപ്പാടം പഠിച്ചിട്ടല്ല ഗോപിക ഗീതം പാടുന്നത്. അവിടെ ഹൃദയത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ വരികയാണ്. ഭഗവാന്റെ സൗന്ദര്യത്തെ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ നാഭി, ഭഗവാന്റെ മൂക്ക്, ആ മൊത്തത്തിൽ ഭഗവാന്റെ ആ കേശം, ഇത് തന്നെ എപ്പോഴും ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ അസൂയയ്ക്ക് സ്ഥാനമില്ല, കുശുമ്പിന് സ്ഥാനമില്ല. മറ്റുള്ളവരെക്കുറിച്ച് എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, കുടുംബം, അവിടെ അങ്ങനെ ഒന്നുമില്ല. കാരണം അവർ ചെയ്തുകൊണ്ടിരിക്കുക, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഉള്ളു മുഴുവൻ കൃഷ്ണനിലാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഇതിനോടൊപ്പം ഭഗവാന് വേണ്ടി പ്രത്യേകം പാചകം ചെയ്യുകയും ചെയ്യും. കാരണം എന്താ, ഭഗവാൻ ഓടക്കുള്ളു ഊതി വിളിക്കുന്ന സമയത്ത് ഓടണ്ടേ? ആ സമയത്ത് ഒറ്റയ്ക്കല്ല ഓടുന്നത്, ഭഗവാന് വേണ്ടിയുള്ള സാധനങ്ങൾ വേണ്ട ഓടുന്നത്. ഭഗവാന് വേണ്ടിയുള്ള മാല, ഭഗവാന് വേണ്ടിയുള്ള വസ്ത്രം, അവർ തന്നെ തയ്ച്ചു റെഡിയാക്കിയ വസ്ത്രങ്ങൾ, ഇതൊക്കെ എന്താ പറയുക, ഗോപികമാരെ കുറിച്ച് എത്ര പറഞ്ഞാലും തീരത്തില്ലെന്നുള്ള. ഈ ഗോപികമാരുടെ എല്ലാം ലീഡർ ശ്രീമതി രാധാറാണി. അതിനപ്പുറം ഭഗവാന്റെ ഭക്ത ആരുമില്ലെന്നുള്ള. അന്നേരം ആ ശ്രീമതി രാധാറാണിയുടെ, ആ ഗോപികമാരുടെ പാത പിന്തുടർന്നുകൊണ്ട് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ സേവനങ്ങൾ ചെയ്യുക. അതാണ് നമ്മുടെ പെർഫെക്ഷൻ. ഹരേ കൃഷ്ണ. അതാണ് ഇന്നത്തെ സത്സംഗത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീമതി രാധാറാണിയുടെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.